നമ്മളെയൊക്കെ ഒത്തിരിയധികം എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന എന്നാൽ ഇതുവരെയും പ്രൂവ് ചെയ്തിട്ടില്ലാത്ത ചില സയന്റിഫിക് ഏരിയാസ് ഉണ്ട്. പല പഠനങ്ങളുടെ ബേസിലും ഇങ്ങനെയും ഒരു റിയാലിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചേക്കും എന്നൊക്കെ സയൻസ് പ്രവചിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട ഒത്തിരി ഫിക്ഷൻ സ്റ്റോറീസിന് കാരണമായ ഒരു മേഖലയാണ് ടൈം ട്രാവൽ. ഇതിൽ ഒത്തിരി ഡിസ്കസ് ചെയ്തിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ട്. ഒരു ഡാർക്ക് അവസ്ഥ, നമ്മൾ തന്നെ നമ്മുടെ എക്സിസ്റ്റൻസിന് അപകടമാവുന്ന അവസ്ഥ. ചില ഡാർക്ക് കഥകളൊക്കെ കേട്ടിട്ടില്ലേ? ടൈം ട്രാവൽ ചെയ്തു പോയി നമ്മൾ തന്നെ നമ്മുടെ മുത്തച്ഛനും മുത്തശ്ശിയും അച്ഛനും അമ്മയും ഒക്കെ ആകുന്ന ആദ്യവും അന്തവും ഇല്ലാത്തൊരു ലൂപ്പ് പോലെ കിടഞ്ഞു കിടക്കുന്ന ഫാമിലി ട്രീസ്, ഇങ്ങനെയൊക്കെയുള്ള കഥ പറഞ്ഞിട്ടുള്ള വളരെ പ്രശസ്തമായ ഒരു കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ ഒരുപാടധികം ചിന്തിപ്പിക്കുന്ന കൺസെപ്റ്റ് കൊണ്ട് നമ്മളെ ഞെട്ടിച്ച കൺഫ്യൂസ് ആക്കുന്ന ഒരു കഥയാണിത്. ഡാർക്ക് മാറ്റർ കുറച്ചധികം കൺഫ്യൂസ് ആക്കുന്നുണ്ട്. സോ വളരെ ശ്രദ്ധിച്ചിരുന്ന് കാണാൻ ശ്രമിക്കുക. കഥ കുറച്ച് ലോങ് ആയിരിക്കും. ഓരോ പോയിന്റിലും കറക്റ്റ് എക്സ്പ്ലനേഷനോടുകൂടി കഥ മനസ്സിലാക്കി മുന്നോട്ട് പോവാം. കഥ തുടങ്ങുന്നത് ഒരാൾ ഒരു വലിയ വാതിൽ തുറന്ന് ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിന് അങ്ങോട്ട് ഇറങ്ങുന്നത് കാണിച്ചാണ്. രാത്രിയാണ്. ഇയാൾ ടോർച്ച് അടിച്ച് പുറത്തിറങ്ങി. ഇയാൾ ഇറങ്ങി വന്ന അതേ വഴിയിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് എന്തോ ഒരു തരത്തിലുള്ള പെട്ടിയാണ്. വലിയൊരു ബോക്സിനകത്തു നിന്നാണ് ഈ മനുഷ്യൻ ഇപ്പോൾ ഇറങ്ങി വന്നത്. അടുത്ത സീനിൽ രാവിലെ നമ്മുടെ കഥാനായകനായ ജെയ്സൺ എഴുന്നേറ്റ് വരുന്നതാണ് കാണിച്ചു തരുന്നത്. ആൾ സയൻസിലും മാത്സിലും ഒക്കെ പൊപ്പുലിയാണ്. ഇപ്പോൾ ഒരു പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു. ഇതാണ് ആളുടെ മകൻ ചാർലി. ഇപ്പോൾ ട്രിഗണോമെട്രി ഒക്കെ പഠിക്കുവാണേ. പഠിക്കുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രകടിപ്പിക്കുന്നുണ്ട്. ഏത് നാശം പിടിച്ചവനാണോ ഈ സബ്ജക്റ്റ് ഒക്കെ കണ്ടുപിടിച്ചത് എന്നും പറഞ്ഞ് എങ്ങനെയൊക്കെ പഠിച്ച് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. ഇത് ജേസന്റെ ഭാര്യ ഡാനിയേല. പുള്ളിക്കാരി കുറേ കഴിവുകളുള്ളൊരു വ്യക്തിയാണ്. അതായത് നന്നായിട്ട് പടമൊക്കെ വരയ്ക്കും. ആ ഒരു കഴിവ് ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ട വ്യക്തിയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒന്ന് കല്യാണം കഴിച്ചു. കുടുംബവും കുട്ടിയൊക്കെ ആയതിനു ശേഷം തന്റെ കഴിവിലൊന്നും അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല. വേണമെന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് ഇവിടുന്ന് ഒരു നല്ല കരിയർ ബിൽഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അങ്ങനെ ചിന്തിക്കാൻ ഇവരെ പ്രേരിപ്പിക്കാത്തത്, അതിനനുവദിക്കാത്തത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഒരുപക്ഷെ ഇവരുടെ രണ്ടാളുടെയും അത്രയും യങ് ഏജിൽ ഇവർ വിവാഹം ചെയ്യാതിരുന്നെങ്കിൽ കരിയറിൽ ഫോക്കസ് ചെയ്ത് ആരെങ്കിലും ഒരാളെങ്കിലും ഫൈനാൻഷ്യലി നല്ല രീതിയിൽ സ്റ്റേബിൾ ആയതിനു ശേഷമാണ് കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നത് എന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഇരുവരുടെയും ലൈഫ് ഇപ്പോൾ ഉള്ളതിൻ്റെ അത്രയും ബോറിംഗ് ആയിരിക്കില്ല. എന്ന് കരുതി ഇവരിപ്പോൾ ഹാപ്പി അല്ല. തീർച്ചയായും ഓരും ഹാപ്പിയാണ്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. എന്നാൽ ലൈഫ് ഇതിലും അടിപൊളിയാക്കാനുള്ള അവസരങ്ങൾ അവരുടെ മുന്നിലുണ്ടായിരുന്നു. അത് മിസ് ഔട്ട് ചെയ്തു. നമ്മളും എപ്പോഴെങ്കിലുമൊക്കെ ആലോചിച്ചിട്ടില്ലേ, അന്ന് ഞാൻ ആ തീരുമാനം എടുക്കാതിരുന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു കരിയർ പാത്ത് ചൂസ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ. ഒട്ടുമിക്ക ആളുകളും ചിന്തിക്കുന്ന കാര്യമാണ്. പാസ്റ്റ് മാറ്റിമറിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. രാവിലെ ജേസണും ചാർലിയും സ്കൂളിലേക്ക് പോകുന്നു. ചാർലിയാണ് കാർ ഡ്രൈവ് ചെയ്യുന്നത്. റെഡ് ലൈറ്റ് തെളിഞ്ഞിട്ടും അത് ശ്രദ്ധിക്കാതെ ചെക്കൻ ഡ്രൈവ് ചെയ്ത് മറ്റൊരു കാറിൽ ഇടിച്ചു കയറ്റേണ്ടതായിരുന്നു. ജേസൺ ശ്രദ്ധിച്ചതുകൊണ്ട് അപകടം ഒഴിവായി. ദെൻ ജേസന്റെ സുഹൃത്ത് റയാൻ ഇവനെ വിളിച്ച് അദ്ദേഹത്തിന് പാവി അവാർഡ് കിട്ടിയെന്നുള്ള കാര്യം അറിയിക്കുകയാണ്. സയന്റിഫിക് മേഖലയിലെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് അവാർഡാണിത്. ഈ അവാർഡിന് വേണ്ടി നമ്മുടെ ജേസണും മത്സരിക്കുന്നുണ്ടായിരുന്നു. ഇത്തവണ അവാർഡ് കിട്ടിയത് റയാനാണ്. ആ റയാൻ പോലും പറയുന്നുണ്ട് ഈ അവാർഡ് കൂടുതൽ അർഹിച്ചിരുന്നത് ജേസൺ ആണ് എന്ന്. വൈകുന്നേരം അവാർഡ് കിട്ടിയതിന്റെ പാർട്ടി ഉണ്ടാവും, അതിലേക്ക് വരണമെന്നൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് അദ്ദേഹം കോള് കട്ട് ചെയ്തു. തുടർന്ന് ജേസൺ നേരെ കോളേജിലെത്തി കുട്ടികളെ പഠിപ്പിക്കുന്നു. പിള്ളേരൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നേ. ക്വാണ്ടം മെക്കാനിക്സിലെ സൂപ്പർ പൊസിഷൻ എന്ന അവസ്ഥയാണ് അദ്ദേഹം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഷ്രോഡിംഗറിന്റെ ആ ഒരു തോട്ട് എക്സ്പെരിമെന്റിലൂടെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും പിള്ളേരാരും തന്നെ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ക്ലാസ് ശ്രദ്ധിക്കാതെ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുക, ചിലർ ലാപ്പൊക്കെ കൊണ്ടുവന്ന് അതിൽ സിനിമ കാണുക, ഗെയിം കളിക്കുക, പഠിക്കാൻ ഒട്ടും ആഗ്രഹമില്ലാതെ ഒട്ടും ശ്രദ്ധിക്കാതെ വേറെന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പഠിപ്പിക്കുന്നത്, അതുപോലും ശ്രദ്ധിക്കാത്ത പിള്ളേർ. നമ്മളെയൊക്കെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ആയിരുന്നെങ്കിലും അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. പണ്ട് ഞങ്ങളെ ഭൂമി പരന്നതാണെന്ന് പഠിപ്പിച്ചൊരു ടീച്ചറുണ്ടായിരുന്നു. ആ ക്ലാസ്സിലിരുന്ന് സംസാരിക്കുന്നത് പോയിട്ട് തിരിഞ്ഞു നോക്കാൻ പോലും ആരും മുതിരില്ല. ഇവിടെ ഇപ്പോൾ പിള്ളേർ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കാതിരുന്നാലും ജേസൺ ഇതൊന്നും വലിയ കാര്യമാക്കാതെ അദ്ദേഹം പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. പഠിക്കാൻ താല്പര്യമുള്ളവർ പഠിച്ചാൽ മതി എന്നുള്ള മട്ടിൽ അദ്ദേഹം പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കും. പുള്ളിയുടെ ജോലി എന്തായാലും കൃത്യമായിട്ട് ചെയ്യും. ഇതേസമയം നമ്മുടെ ഡാനിയേല ആളുടെ ഫ്രണ്ടിന്റെ കൂടെ ഒരു ഗ്യാലറിയിലെത്തി പ്രശസ്തരായ ചിത്രകാരന്മാർ വരച്ച ചിത്രങ്ങളൊക്കെ നോക്കി അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുകയാണ്. നമുക്കറിയാലോ ഡാനിയേലെ നന്നായി ചിത്രം വരയ്ക്കുന്ന വ്യക്തിയാണ്. ഒരു പക്ഷേ കരിയർ ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ അവളുടെ ചിത്രങ്ങൾ ഉണ്ടായേനെ. അതിനെല്ലാം ശേഷം നമ്മുടെ ജേസൺ ഒരു സ്റ്റോറേജ് യൂണിറ്റിലെത്തി. അവിടെ ഒരു ബുക്കിൽ ഇന്ന് ചാർലിയാണ് വണ്ടി ഓടിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെയും ഇന്നുമായിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ ബുക്കിൽ എഴുതി സൂക്ഷിക്കുന്നു. ഇവിടെ കുറെ ഡിവൈസസ് ഒക്കെ കാണാം. അവന്റെ കയ്യിൽ എന്തോ ഒരു തരത്തിലുള്ള മരുന്നും കാണാം. ഇതെന്താ ഏതാ സംഭവം എന്ന് ഇപ്പൊ വ്യക്തമായിട്ട് കാണിക്കുന്നില്ല. ആള് സയൻസിൽ ഒരു പുപ്പിലി ആയതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള മരുന്ന് പുതിയതായിട്ട് ഇൻവെന്റ് ചെയ്തതാവാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഇവരുടെ വീട്ടിൽ ഡാനിയേലയും ജേസണും ഒരുമിച്ച് കുക്ക് ചെയ്യുവാണ്. ഇതേ സമയമാണ് നമ്മുടെ റയാൻ പാവ്യ അവാർഡ് വിൻ ചെയ്തതിന്റെ പാർട്ടി. അവിടേക്ക് നമ്മുടെ ജേസനെ ഇൻവൈറ്റ് ചെയ്തിരുന്നെങ്കിലും ഇവന് പോകാൻ ഒരു മടി. റയാൻ അടക്കം ഇവന്റെ സുഹൃത്തുക്കളൊക്കെ വിചാരിച്ചിരുന്നത് ജേസൺ അവാർഡ് കിട്ടുമെന്നാണ്. ജേസനാണ് അതിന് അർഹനെന്ന് റയാൻ പോലും പറയുന്നുണ്ടായിരുന്നല്ലോ. ജേസണും അത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നായതുകൊണ്ട് റയാന്റെ പാർട്ടിക്ക് പോകാൻ ഒരു മടി. ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള വില്ലേജ് ടാബ് എന്ന പബ്ബിലാണ് പാർട്ടി നടത്തുന്നത്. റയാന്റെ വീട്ടിൽ നിന്ന് ഒരുപാട് മാറി ജേസന്റെ വീടിനടുത്ത് ഇങ്ങനെ ഒരു പബ്ബിൽ തന്നെ പാർട്ടി നടത്തുന്നതിന്റെ കാരണം ജേസൺ അവിടെ എത്തണമെന്നുള്ളതുകൊണ്ടാണ്. ഇതെല്ലാം മനസ്സിലാക്കുന്ന ഡാനിയല്ല പാർട്ടിക്ക് പോകുന്നില്ല തീരുമാനിച്ചിരുന്ന നമ്മുടെ ജേസനെ ഉന്തിത്തള്ളി പറഞ്ഞു വിട്ടു. ആളും അവിടെ എത്തി റയാനോട് ഇന്ന പോലെയായിരുന്നു സംഭവം, ഞാൻ
പാർട്ടിക്ക് വരുന്നില്ലെന്നൊക്കെ കരുതിയിരുന്നത് ഡാനിയൽ ഉന്തിത്തള്ളി വിട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവനാകെ മൂഡ് ഓഫ് ആണെന്ന് മനസ്സിലാക്കുന്ന റയാൻ ഒരു ഫുൾ ബോട്ടിൽ തന്നെ ഇവന് വാങ്ങി കൊടുക്കുന്നുണ്ട്. പാവി അവാർഡ്സ് കിട്ടിയ സന്തോഷം റയാൻ മറച്ചു വെക്കുന്നില്ല. ഇനി റയാന്റെ ഭാവി പരിപാടി അവന്റെ റിച്ച് ഫ്രണ്ടിന്റെ ഒക്കെ കൂടെ ചേർന്ന് ഒരു ന്യൂറോടെക് കമ്പനി തുടങ്ങുക എന്നുള്ളതാണ്. ചിക്കാഗോയിലല്ല, അങ്ങ് സാൻ ഫ്രാൻസിസ്കോയിൽ അവർ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ജേസനും ആ കമ്പനിയുടെ ഭാഗമാകണം എന്ന് പറയുന്നുണ്ട്. ജേസനും പകുതി ഓക്കെ ആണ് എന്ന് പറയാം. എന്നാലും ഭാര്യയും കുട്ടിയൊക്കെ ഇവിടെയല്ലേ, കുടുംബം ഇവിടെ ആയതുകൊണ്ട് മറ്റൊരിടത്തേക്ക് പോയി ഇന്ന് വർക്ക് ചെയ്യുന്നതിനെ പറ്റി ഡാനിയലോട് കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. പാർട്ടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ തിരിച്ചു വരുന്ന വഴി ആ തെരുവോരത്ത് എവിടെയോ ഇരുന്നൊരു ഭിക്ഷക്കാരൻ ഇദ്ദേഹത്തോട് പണം ചോദിച്ചു. ആള് വാലറ്റ് എടുത്ത് പണം കൊടുക്കാൻ ചെന്നപ്പോൾ ആ ഭിക്ഷക്കാരൻ ഇവന് നേരെ ഗണ്ണ് പോയിന്റ് ചെയ്ത് ജേസന്റെ ഫോണും വാലറ്റും കയ്യിൽ കിടന്ന മോതിരം പോലും പിടിച്ചു വാങ്ങി കാറിൽ കയറാൻ പറഞ്ഞ് കാർ ഡ്രൈവ് ചെയ്യുകയാണ്. അങ്ങേര് മാസ്ക് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അയാൾ ആരാണെന്ന് ജേസന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ജേസനെ പേടിപ്പിച്ച് കാർ ഒരു ഇടവഴിയിലൂടെ ഓടിച്ച് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിച്ചു. ജേസന്റെ ഡ്രസ്സെല്ലാം അഴിച്ചു മാറ്റാൻ പറഞ്ഞു. ഗൺ പോയിന്റ് ഇരിക്കുന്നതുകൊണ്ട് അവനും വേറെ വഴിയില്ലല്ലോ. ഇന്നേഴ്സ് മാത്രം ഇട്ട് ജേസനോട് മുന്നോട്ട് നടക്കാൻ പറഞ്ഞപ്പോൾ ജേസൺ ഇയാളെ തല്ലി ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. ബട്ട് അക്രമി നല്ല കരുത്തുള്ളവനായിരുന്നു. അങ്ങേര് ഇടിച്ച ഇടിയിൽ നമ്മുടെ ജെയ്സന്റെ മൂക്ക് മുറിഞ്ഞു. അടി കൊണ്ട് വീണ ജെയ്സന്റെ ശരീരത്തിൽ എന്തോ ഒരു മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ബാഗ് ഉണ്ടായിരുന്നു, അതിൽ ഡ്രസ്സുണ്ട്, അതെടുത്തിട്ടോ, ഇപ്പൊ തന്നെ നീ അൺകോൺഷ്യസ് ആവുമെന്ന് പറഞ്ഞു. ജേസനും വേറെ വഴിയൊന്നുമില്ലല്ലോ, പറഞ്ഞത് അതേപോലെ അനുസരിക്കുന്നുണ്ട്. ഡ്രസ്സ് എടുത്തിട്ടു. അക്രമി അങ്ങേരുടെ കയ്യിലുള്ള ചെറിയൊരു ബോക്സ് തുറക്കുന്നത് കണ്ട് നമ്മുടെ ജെയ്സൺ അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇത് പോസിബിലിറ്റീസ് ആണ്, സാധ്യതകളാണ് എന്നാണ് അങ്ങേര് പറയുന്നത്. എന്ത് സാധ്യതകൾ? ആരുടെ സാധ്യതകൾ? അതെന്താ ഏതാന്ന് വ്യക്തമായിട്ട് ചോദിച്ചാൽ തന്നെ അങ്ങേര് പറയത്തില്ല. ഇനിയിപ്പോൾ വ്യക്തമായിട്ട് ചോദിക്കണമെങ്കിൽ അതിന് ബോധം വേണമല്ലോ. ജേസൺ ഇപ്പോഴേ ഒരു പാതി ബോധത്തിലാണ്. ഇവിടെ നോക്ക് ജേസൺ, നിന്റെ ഇപ്പോഴത്തെ ഈ ജീവിതം കൊണ്ട് നീ ഹാപ്പിയാണോ? ഇതിങ്ങനെയൊന്നും അല്ലായിരുന്നെങ്കിൽ, മറ്റൊരു രീതിയിലായിരുന്നെങ്കിൽ നീ ആഗ്രഹിക്കാറില്ലേ? ബോധക്ഷയത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ജെയ്സണും അതെ മറ്റൊരു രീതിയിലായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയാം, ഞാൻ ആ ഒരു അവസരമാണ് നിനക്ക് തരുന്നത്. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള അവസരം. നമുക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഒരു അവസരം ആവശ്യമാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും ജെയ്സന്റെ ബോധവും പോയി. പിന്നീട് നമ്മുടെ ജെയ്സൺ കണ്ണു തുറക്കുന്നത് ഏതോ ഒരു ഫെസിലിറ്റിയിലാണ്. ആരൊക്കെയോ ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. മെഡിക്കൽ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്ത് ജെയ്സനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ദെൻ അദ്ദേഹത്തെ ബാത്റൂമിൽ കയറ്റി കുളിപ്പിച്ച് നല്ല വൃത്തിയുള്ള ഒരു റൂമിലേക്ക് മാറ്റി. ഇപ്പോഴാണ് നമ്മുടെ ജെയ്സന് പൂർണ്ണമായിട്ടും ബോധം തിരിച്ചു വരുന്നത്. കഴിഞ്ഞ ഒരു രാത്രി കൊണ്ട് ഇത് എന്തൊക്കെയാണ് സംഭവിച്ചത്? അവന്റെ കയ്യിലും മുഖത്തും മുറിവുകൾ, പാടുകളൊക്കെ ഉണ്ട്. ആരാണ് തന്നെ ആക്രമിച്ചത്? ഇപ്പൊ താനിത് എവിടെയാണ്? ഇവരൊക്കെ ആരാണ്? എന്താണ്? ഒന്നും അറിയാത്ത അവസ്ഥ. അന്നേരം തേണ്ട ഒരു സ്ത്രീ നമ്മുടെ ജെയ്സന്റെ അടുത്ത് വന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. നിങ്ങൾ കാണുന്നില്ലേ അവളുടെ കണ്ണുകളിലെ പ്രണയം? ഓൾറെഡി ഭാര്യയും കൊച്ചുമായിട്ട് ജീവിക്കുന്ന ജെയ്സനെ പ്രണയിക്കാൻ ഇവൾ ആര് എന്നല്ലേ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏതായാലും ഇവിടെ നമ്മുടെ ജെയ്സനും കാര്യമൊന്നും പിടികിട്ടിയില്ല. ഇവൾ ആരിത്? നിനക്കെന്നെ മനസ്സിലായില്ലേ ജെയ്സൺ? മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, എന്റെ പേര് അമാൻഡ. കുറേയധികം പ്രശ്നങ്ങളിലൂടെ പോയതല്ലേ നീ. എല്ലാ കാര്യവും നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാം. പേടിക്കണ്ട, വേറെ ഒരു പ്രശ്നവുമില്ല. റേഡിയേഷൻ എക്സ്പോഷർ, ബയോ ഹസാർഡ്സ്, ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഒന്നുമില്ല. നിന്റെ ബ്ലഡ് റിസൾട്ട്സ് ഉടനെ വരും. ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞു. വാ ജെയ്സൺ എന്ന് പറഞ്ഞ് ഇവൾ അവനെ വിളിച്ചോണ്ട് ജെയ്സൺ ഓൾറെഡി അറിയാവുന്ന ലെയ്റ്റൺ എന്നൊരു വ്യക്തിയുടെ അടുത്ത് ചെല്ലുവാണ്. ആ ജെയ്സൺ, നീ എന്നെ ഓർക്കുന്നുണ്ടല്ലേ? വാ 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 ഇരിക്ക്, നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ജെയ്സണും അവിടെ ഇരുന്നു. ഇവരാവട്ടെ ക്യാമറ ഓൺ ചെയ്തിട്ട് നമ്മുടെ അമാൻഡ പുള്ളിക്കാരിയെ തന്നെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. എൻ്റെ പേര് അമാൻഡ ലൂക്കസ്, ലാബ് സൈക്കാട്രിസ്റ്റ് ആണ്. എന്നോടൊപ്പം ഞങ്ങളുടെ CEO ലെയ്റ്റണും ചീഫ് സയൻസ് ഓഫീസറും കോഫൗണ്ടറുമായിട്ടുള്ള ജേസൺ ഡസനുമുണ്ട്. ജേസന് പിന്നെയും കൺഫ്യൂഷൻ. എന്തോന്ന് ചീഫ് സയൻസ് ഓഫീസറാ? ആര്, ഞാനോ? ഉടനെ ലെയ്റ്റൺ ചുറ്റുപാടുള്ള ഗ്ലാസ് ട്രാൻസ്പെറന്റ് ആക്കി. ദേ അവിടെ കുറേ ആളുകൾ നിന്ന് കൈ കൊട്ടുന്നു. ജേസന് വേണ്ടി ക്ലാപ്പ് ചെയ്യുന്നു. എന്തോ വലിയ കാര്യം അച്ചീവ് ചെയ്തിട്ട് വന്ന ഒരാളെ പോലെ ഇവനെ അപ്രീഷിയേറ്റ് ചെയ്യുവാണ്. ജേസൺ, ഇവിടുന്ന് പോയവരിൽ നീ ഒരാൾ മാത്രമാണ് തിരിച്ചു വന്നത്. എത്ര നാളായെന്നറിയോ നിനക്ക്? 14 മാസവും 10 ദിവസവും ആയത്രേ. എനിക്കറിയാം നീ ഇപ്പോൾ ആകെ എക്സോസ്റ്റഡ് ആണ്. ബട്ട് പോയിട്ട് എന്തായി? നീ എന്തൊക്കെയാണ് അവിടെ കണ്ടത്? എല്ലാ കാര്യവും ഞങ്ങളോട് പറ. എന്തൊക്കെയാണ് സംഭവിച്ചത്? ലാസ്റ്റ് ആയിട്ട് എന്താ സംഭവിച്ചത്? ഒന്ന് ഓർത്തെടുത്തേ. ഇവനും കഴിഞ്ഞ രാത്രി സംഭവിച്ച കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയും തൊടാതെ ഇങ്ങനെ പറയുന്നുണ്ട്. രാത്രി ഞാനൊരു പബ്ബിലായിരുന്നു. അവിടെ എൻ്റെ ഫ്രണ്ട് റയാൻ ഉണ്ടായിരുന്നു. ജെയ്സന്റെ മുഖത്തെ പാടുകൾ, മുറിവുകൾ എങ്ങനെ വന്നാണെന്ന് ചോദിച്ചപ്പോൾ അത് ഒരാൾ എന്നെ അടിച്ചതാണ് എന്നും അവൻ പറയുന്നുണ്ട്. ആരാണ് ഇവനെ തല്ലിയതെന്ന് ഇപ്പോഴും ഇവൻ അറിയില്ലല്ലോ. കാരണം ആ വ്യക്തി മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു, മുഖം കണ്ടിട്ടില്ല. ഒന്നുകൂടെ ഓർത്തെടുക്കുക ജെയ്സൺ എന്നൊക്കെയുള്ള രീതിയിൽ ഇവർ പിന്നെയും ഒരുമാതിരി ഫോഴ്സ് ചെയ്യുന്ന പോലെ ആയപ്പോൾ അവനങ്ങ് ചാടി കയറി ദേഷ്യപ്പെട്ടു. എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? ഇവിടെ ഇത്രയും ആളുകൾ കൂടി ഇന്ന് കൈയടിക്കുന്നു. ഇവർ സംഭവിച്ചിട്ടേ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവനോട് ചോദിക്കുന്നു. 14 മാസങ്ങൾക്ക് മുമ്പ് ജെയ്സൺ ഇവിടുന്ന് പോയതാണ്. അവിടെ എന്തൊക്കെയാ കണ്ടതെന്ന് ചോദിക്കുവാണ്. എവിടെ അവിടെ? ഇവൻ ഇവിടുന്ന് പോയവനാണെന്ന് തന്നെ ഇവൻ ഓർമ്മയില്ല. ഇത്രയും നാൾ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് തൻ്റെ കുടുംബത്തോടൊപ്പം വലിയ അടിപൊളിയായിട്ടല്ലെങ്കിലും ഒത്തിരി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അത്യാവശ്യം സമാധാനപരമായിട്ട് അങ്ങനെ ജീവിച്ചു വന്നൊരു വ്യക്തിക്ക് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഇവരിങ്ങനെ കുറേ ആളുകൾ വന്ന് അന്തവും കുന്തവും ഇല്ലാത്ത രീതിയിൽ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആർക്കായാലും ദേഷ്യം വരും, പേടിയാവും, വെപ്രാളപ്പെടും. തനിക്കിത് എന്താ സംഭവിക്കുന്നതെന്നറിയാതെ ഇതുവരെ പരിചിതമല്ലാത്തൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ ആ ഒരു വെപ്രാളം ഉണ്ടല്ലോ, അതാണ് ജെയ്സന്. ജെയ്സൺ പ്ലീസ് കാം ഡൗൺ, നിങ്ങളെല്ലാം ഓർത്ത് പതിയെ പറഞ്ഞാൽ മതി. അതുവരെ ഞങ്ങൾക്ക് നിങ്ങളെ നിരീക്ഷിക്കേണ്ടതുണ്ട്. വരൂ, നിങ്ങളിവിടെ സ്റ്റേ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം കിട്ടിയ ഗ്യാപ്പിൽ ഇവരെ തട്ടിമാറ്റി ലിഫ്റ്റ് വഴി ഈ ഒരു ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. അവിടുന്ന് പുറത്തിറങ്ങാൻ നോക്കിയപ്പോൾ മെയിൻ ഡോർ ലോക്ക്ഡ് ആണ്. ഇദ്ദേഹത്തിന്റെ ആക്സസ് കീ ഒന്നുമില്ല. നമ്മുടെ ജെയ്സൺ ആദ്യമായിട്ടാണല്ലോ ഇവിടെ വരുന്നത് തന്നെ. എന്തായാലും ആളുടെ ഭാഗ്യത്തിന് ഇവിടുത്തെ ഒരു ഗാർഡ് ഇദ്ദേഹത്തെ കണ്ടിട്ട് ഡോക്ടർ ജെയ്സൺ നിങ്ങൾ തിരിച്ചു വന്നോ? എന്ത് പറ്റി?
കാർഡ് മറന്നുപോയോ? കുഴപ്പമില്ല, ഞാൻ ഓപ്പൺ ചെയ്തു തരാം, പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ തന്നെ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തു. അപ്പോഴേക്കും അവർ പിന്തുടർന്ന് വരുന്നുണ്ട്. അവരീന്ന് രക്ഷപ്പെട്ട് ഓടി മതിലൊക്കെ ചാടി കുറേ അധികം ഓടി 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 ടൗണിലെത്തി. അവിടുന്ന് കിട്ടിയ ഒരു ടാക്സിക്ക് തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് അദ്ദേഹം. സമാധാനമായി. കുറച്ചധികം ഓടി വലയേണ്ടി വന്നാലും ഒടുക്കം വീട്ടിലെത്തിയല്ലോ. വീടിനകത്ത് കയറിയപ്പോഴാവട്ടെ വീടിനുള്ളിലെ സെറ്റപ്പ് മൊത്തത്തിലൊന്ന് മാറിയിട്ടുണ്ട്. ജേസൺ പാർട്ടിക്ക് പോകുന്നവർ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഒരുപക്ഷെ ഇദ്ദേഹം പാർട്ടിക്ക് പോയി കഴിഞ്ഞ് ഡാനിയേല എല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്തതായിരിക്കും എന്നൊക്കെ കരുതി സമാധാനിക്കാൻ വരട്ടെ, ജെയ്സൺ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ അമാൻഡ ഇവിടെ എത്തിയിരുന്നു. ആ സീൻ അങ്ങനെ അവിടെ കട്ട് ചെയ്താൽ നമ്മുടെ ജെയ്സനെ ആക്രമിച്ച അക്രമിയില്ലേ, ആ മുഖംമൂടിക്കാരൻ, പുള്ളിക്കാരൻ്റെ ജെയ്സന്റെ വീട്ടിലേക്ക് വരുന്നു. അകത്ത് കയറി നോക്കുമ്പോൾ ഡാനിയേലെ അവിടെയുണ്ട്. പുള്ളിക്കാരി ഇദ്ദേഹത്തെ കണ്ടപ്പോൾ വെപ്രളപ്പെട്ടില്ല, അലറിയില്ല, യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ ആ നിങ്ങൾ താമസിച്ചല്ലോ. ഒരു നിമിഷം നമ്മളെ ഞാൻ കൺഫ്യൂസ് ആക്കും. എന്താ ഇവൾ ഇങ്ങനെ പറയുന്നത്, എന്താ ഇവൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നേ? കാരണം എന്താന്ന് വെച്ചാൽ ഇവളുടെ മുന്നിൽ നിൽക്കുന്നത് ജെയ്സൺ തന്നെയാണ്. മുഖത്ത് മുറിവിന്റെ പാടുകളൊന്നുമില്ലാത്ത, ഇവിടുന്ന് പാർട്ടിക്ക് എങ്ങനെ പോയോ അതേപോലെ തന്നെ തിരിച്ചു വന്നിരിക്കുന്ന ജെയ്സൺ. ഏതായാലും ഡാനിയേല ഒരല്പം ദേഷ്യത്തിലായിരുന്നു. അവൾ ഇദ്ദേഹത്തെ കോൾ ചെയ്തിരുന്നു, ടെക്സ്റ്റ് ചെയ്തിരുന്നു, ഒന്നിനും അദ്ദേഹം റെസ്പോണ്ട് ചെയ്തില്ല എന്ന്. ആ ദേഷ്യമൊക്കെ മാറ്റാൻ ജേസൺ അവളുടെ അടുത്ത് എന്ന് കെട്ടിപ്പിടിച്ച് പുള്ളിക്കാരിനെ കിസ് ചെയ്തു. മാറങ്ങോട്ട്. ദേഷ്യത്തിൽ തന്നെയാണ്, നല്ല ദേഷ്യത്തിലാണ്. എന്നാലും തിരിഞ്ഞൊരു ചോദ്യം ചോദിക്കും, നീ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ദേഷ്യത്തിലാണെങ്കിലും ഇവന് കഴിക്കാൻ എടുത്തു കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ഇവൻ ആവട്ടെ വീണ്ടും അവളെ കിസ് ചെയ്തു. പാർട്ടിക്ക് പോയിട്ട് നീ കുടിച്ചില്ല, ഒട്ടും ഡ്രിങ്ക് ചെയ്തില്ല, നിനക്ക് എന്ത് ശരിക്കും പറ്റിയത്? അത് പിന്നെ റയാൻ എനിക്കൊരു ജോലി ഓഫർ ചെയ്തു. അവനൊരു ന്യൂറോടെക് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അവിടെ. ഓ, എന്നിട്ട് നീ എന്ത് പറഞ്ഞു? അത് പിന്നെ നമ്മളിവിടെ അല്ലേ, അപ്പം സാൻ ഫ്രാൻസിസ്കോയിൽ പോയി വർക്ക് ചെയ്യാന്ന് വെച്ചാൽ നിനക്ക് ഓർമ്മയില്ലേ അന്ന് നമ്മളിങ്ങനെ ഒരു ലൈഫ് ചൂസ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞത്? ഡാനിയേലയും ഒന്ന് ചിരിച്ചിട്ട് ഒരു കോൾഡ് സ്റ്റെറൈൽ ലാബിന്റെ ഓർമ്മകളുമായിട്ട് ജീവിക്കുന്നതിന് പകരം എന്നോടൊപ്പം ജീവിക്കാമെന്ന് പറഞ്ഞത് അല്ലേ? അതായിരുന്നു പണ്ട് ജെയ്സൺ ഒരു അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം എടുത്ത തീരുമാനം. തന്റെ കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് കൂടുതൽ പണമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു ലൈഫ് ചൂസ് ചെയ്യുന്നതിന് പകരം ഡാനിയേലയെ ചൂസ് ചെയ്തു. ഡാനിയേലയും അവളുടെ കരിയർ സാക്രിഫൈസ് ചെയ്തു. ഇദ്ദേഹവും അങ്ങനെ ചെയ്തു. അങ്ങനെ ഈ ചെറിയ ജീവിതവും കൊണ്ട് അവർ മുന്നോട്ട് പോയി. ഇപ്പോൾ നമ്മുടെ ജെയ്സൺ ഈ ഒരു ലൈഫിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അന്നെടുത്ത തീരുമാനം ഇങ്ങനെയായിരുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ ദേ നമ്മുടെ മൂക്കത്ത് മുറിവുള്ള ജെയ്സൺ ഇവിടെ അമാൻഡയെ കണ്ട് ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുവാണ്. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഈ ലൈറ്റൊക്കെ ആരെ ഇങ്ങനെ മാറ്റിയത്? ജെയ്സൺ എന്താ നിനക്ക് പറ്റിയത്? ഞാൻ ഇവിടെയാണ് ജീവിക്കുന്നത്. നോ അല്ലല്ല അവരെവിടെ? ഡാനിയല, മോനെ ചാർലി, നിങ്ങളിത് എവിടാ എന്നും പറഞ്ഞ് വീട് മുഴുവൻ തിരയുന്നു. നോക്കി വരുമ്പോൾ പാവ്യ അവാർഡൊക്കെ ഇവിടെയുണ്ട്. അതിലാവട്ടെ നമ്മുടെ ജെയ്സന്റെ പേര്. റയാന് കിട്ടിയ പാവ്യ അവാർഡ് ജെയ്സന് കിട്ടിയ പോലെ. എന്താ ഇത്? ശരിക്കും ഇവൻ ഇങ്ങനെ ഒരു ലൈഫ് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. ഇവൻ കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് ഒതുങ്ങിപ്പോയപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നെങ്കിൽ, ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പാവ്യ അവാർഡ് ഇവൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ഒരൊറ്റ രാത്രി കൊണ്ട് ഇത്രയൊക്കെ ചേഞ്ച് ഉണ്ടാവൂ. അവൻ ഫോൺ എടുത്ത് ഡാനിയലയുടെ നമ്പർ ഡയൽ ചെയ്തപ്പോൾ വേറെ ആരോ ആണ് കോൾ എടുക്കുന്നത്. ജെയ്സൺ ഇത് ആരെയാ വിളിക്കുന്നേ? ആരാ ഈ ഡാനിയല? തന്റെ വൈഫാണ് ഡാനിയല എന്ന് പറഞ്ഞ് ജെയ്സൺ തൊട്ടടുത്ത റൂമിലേക്ക് കയറി അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ഗ്യാപ്പിൽ നമ്മുടെ അമാൻഡ ലൈറ്റിനെ വിളിച്ച് ജെയ്സൺ ഇവിടെ ഉണ്ടെന്നും തനിക്ക് അവനോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണമെന്നും പറയുന്നുണ്ട്. അമാൻഡ പരമാവധി സമാധാനപ്പെട്ട് അവനെയും ഒന്ന് സമാധാനിപ്പിച്ച് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ജെയ്സൺ വെപ്രാളത്തിലായിരുന്നല്ലോ. സത്യം പറഞ്ഞോണം, എന്റെ ഭാര്യയെ നീ എന്താ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ നിനക്ക് ഭാര്യ ഒന്നും ഇല്ല എന്ന് അമാൻഡ. അപ്പോഴേക്കും ലൈറ്റനും ആളുകളും ഒക്കെ ഇവിടെ എത്തിയിരുന്നു. അവർക്ക് പിടി കൊടുക്കാതെ ജെയ്സൺ അവിടെ നിന്ന് ഇറങ്ങി ഓടി. ഇവിടെ ഡാനിയേലയും പൊക്കി എടുത്തുകൊണ്ട് വന്ന് കട്ടിലേക്ക് കിടത്തി കിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജെയ്സന്റെ കയ്യിലെ മുറിവ് അവള് കണ്ടിട്ട് ഇതെന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാലും നീ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് മൂക്കത്ത് മുറിവില്ലാത്ത ഡാനിയേലയുടെ കൂടെ ഇപ്പോൾ ഉള്ള ജെയ്സൺ അവളോട് പറഞ്ഞ് അവളെ കിസ് ചെയ്യുന്നു. കാര്യം മനസ്സിലാവുന്നില്ലല്ലോ. എന്താന്ന് വെച്ചാൽ നമ്മുടെ ജെയ്സൺ ഒന്നല്ല രണ്ടാണ്. മുഖത്തും മൂക്കിലും മുറിവില്ലാത്തവൻ ജെയ്സൺ, മറ്റതും ജെയ്സൺ തന്നെ. ഈ മുറിവില്ലാത്ത ഡാനിയേലയുടെ കൂടെയുള്ള ജെയ്സൺ ആണ് മറ്റേ നമ്മുടെ ഒറിജിനൽ ജെയ്സനെ അറ്റാക്ക് ചെയ്ത ജെയ്സൺ. അതായത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാണാൻ നമ്മുടെ ജെയ്സനെ പോലെ തന്നെയുള്ള ഒരു പുള്ളിക്കാരൻ ഇവിടെ വന്ന് നമ്മുടെ ഒറിജിനൽ ജെയ്സനെ അറ്റാക്ക് ചെയ്ത് അവനെ വേറെ എങ്ങോട്ടോ മാറ്റിയിട്ട് OG ജെയ്സന് പകരം ഡാനിയേലയുടെ കൂടെ ഇവിടെ ജീവിക്കാൻ തുടങ്ങിയെന്ന്. ഇനിയിപ്പോൾ OG ജെയ്സൺ ഇത് എവിടെയാണ്? പുള്ളിക്കാരൻ അവൻ്റെ സ്വന്തം വീട്ടിൽ വന്നപ്പോൾ അവിടെ അമാൻഡയാണ് ജീവിക്കുന്നതെന്നൊക്കെ പറയുന്നു. പുള്ളിക്കാരൻ ആകെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ലോകത്താണ് എന്ന് പറയാം. വെപ്രാളപ്പെട്ട് ഓടി നമ്മുടെ ജെയ്സൺ വില്ലേജ് ടാപ്പിലെത്തി. റയാന്റെ പാർട്ടിക്കും ഇങ്ങോട്ട് വന്നിരുന്നു. ഇവിടുത്തെ ആൾക്ക് നമ്മുടെ ജെയ്സനെ പരിചയം ഉണ്ടാവും എന്ന് കരുതി നമ്മുടെ ഈ OG അദ്ദേഹത്തോട് എന്ന് സംസാരിച്ചപ്പോൾ ആ പുള്ളിക്കാരൻ ആദ്യമായിട്ടാണ് OGയെ കാണുന്നതെന്ന്. നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ ജെയ്സൺ. നിങ്ങൾ ആയിരിക്കുന്ന ബോട്ടിൽ ഫുൾ എനിക്ക് തന്നില്ലായിരുന്നോ? ഇല്ല, തന്നിട്ടില്ലല്ലോ. ഈ ബോട്ടിൽ തന്നെയല്ലേ നീ പറയുന്നത്? ഒരാഴ്ചയായിട്ട് ഈ ബോട്ടിൽ ആരും ചോദിച്ചിട്ടില്ല. നീ ആരാ? നീ എന്താ നിന്റെ ഉദ്ദേശം? എല്ലാം കൊണ്ടും OGക്ക് മതിയായൊരു മട്ട്. പുള്ളിക്കാരൻ എന്താ തനിക്കിത് സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് നേരെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് തന്റെ ശരീരവും തലച്ചോറും ഒക്കെ കാര്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പാവം നമ്മുടെ OG. അവനെ ഈ അവസ്ഥയിലാക്കിയ ഡൂപ്ലി ജെയ്സൺ ഇവിടെ കഴിഞ്ഞ ഒരു രാത്രി ഡാനിയേലെ സന്തോഷിപ്പിച്ച് അവളോടൊപ്പം കിടന്നുറങ്ങിയിട്ട് ഈ വീടും ചുറ്റുപാടും ഒക്കെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടേ. ആൾക്ക് ഇവിടം പുതിയതാണല്ലോ. ഇവന്റെ വിചാരം നമ്മുടെ OG ജെയ്സൺ രാവിലെ തന്നെ എണീറ്റ് ഡാനിയേലേക്ക് കോഫിയൊക്കെ ഇട്ട് കൊടുക്കുന്നതാണേ. സാധാരണ അങ്ങനെ ഒരു നറേറ്റീവ് ആണല്ലോ. എന്തായാലും നമ്മുടെ ജെയ്സൺ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഡൂപ്ലി സാർ ആവട്ടെ OG ജെയ്സൺ അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് ചിന്തിച്ച് ഡാനിയേലെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കോഫി ഇടാൻ കോഫി പൗഡറൊക്കെ തിരയുന്നു. OG ജെയ്സൺ ഇപ്പോൾ ഹോസ്പിറ്റലിലല്ലേ. അദ്ദേഹത്തിന്റെ സ്കാൻ റിപ്പോർട്ടൊക്കെ വന്നു. അതിൽ വലിയ കുഴപ്പങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിലും ജെയ്സന്റെ ശരീരം
ശരീരത്തിൽ എന്തോ ഒരു തരത്തിലുള്ള മരുന്ന് ഇഞ്ചെക്ട് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ജേസൺ OG ജേസണിൽ കുത്തിവെക്കുന്നുണ്ടായിരുന്നല്ലോ. ആൻഡ് OG ജേസൺ അദ്ദേഹത്തിന്റെ ഭാര്യയെ പറ്റിയും മകനെ പറ്റിയും ഒക്കെ ഇവരോട് ചോദിച്ചപ്പോൾ അവരുടെ പേരുകൾ ഹോസ്പിറ്റൽ സ്റ്റാഫ് ഇങ്ങനെ തിരഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അവൈലബിൾ അല്ല, കണ്ടെത്താൻ സാധിക്കുന്നില്ല. ചാർലി എന്നൊരു കുട്ടി ജേസൺ പറഞ്ഞ സ്കൂളിൽ പഠിക്കുന്നേയില്ല, അങ്ങനെ ഒരു റെക്കോർഡ്സേ ഇല്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജേസനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് തിരഞ്ഞു നോക്കിയപ്പോഴോ ഇദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കറക്റ്റ് ആണ്. എന്നാൽ അതിനുശേഷം ഇദ്ദേഹം ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണെന്നും പാവിയ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, മറ്റ് പല പ്രൊജക്റ്റുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇദ്ദേഹത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും അവൈലബിൾ അല്ല എന്നൊക്കെയാണ് ന്യൂസ് ഉള്ളത്. അതായത് ജേസന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ജേസന്റെ ലൈഫ് ആകെ മാറിയിരിക്കുന്നു. നമ്മുടെ ഒറിജിനൽ ജേസന് സംഭവിച്ച കാര്യങ്ങളല്ല ഇവിടെ ഈ ലോകത്തുള്ള ഡേറ്റാസ് പറയുന്നത്. ജേസൺ ഡാനിയലെ പറ്റി തിരഞ്ഞു നോക്കി, ജേസന്റെ സെക്കൻഡ് നെയിം ഉപയോഗിച്ച് തിരഞ്ഞു നോക്കിയപ്പോൾ കിട്ടിയില്ല. എന്നാൽ അവളുടെ ഒറിജിനൽ സെക്കൻഡ് നെയിം യൂസ് ചെയ്ത് തിരഞ്ഞു നോക്കിയപ്പോൾ അവൾ പ്രശസ്തയായ ഒരു ചിത്രകാരിയാണെന്നും അവളുടെ ഒരു എക്സിബിഷൻ ഇന്ന് നടക്കുന്നുണ്ടെന്നുമുള്ള ഇൻഫർമേഷൻ കിട്ടി. ഡ്യൂപ്ലി ജേസൺ ആവട്ടെ ജേസൺ വർക്ക് ചെയ്തിരുന്ന സ്കൂളിൽ ചെന്നു. പിള്ളേരൊക്കെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ ഗെയിമും കളിച്ചിരിക്കുന്നത് കണ്ട് അവരുടെ ടാബും ലാപ്പും ഒക്കെ പിടിച്ചു വെച്ചിട്ട് തെർമോഡൈനാമിക്സ് പഠിപ്പിച്ചു തുടങ്ങി. നേരത്തെ നമ്മുടെ ജേസൺ പഠിപ്പിക്കുന്ന പോലെയല്ല, കുറച്ചുകൂടെ ആക്റ്റീവായി, കുറച്ചുകൂടെ ഊർജ്ജസ്വലതയോടെ പിള്ളേരെ വഴക്ക് പറയാനാണെങ്കിലും പോയിന്റ് ചെയ്ത് പറയാനാണെങ്കിലും ഒരു ഇത്തിരി കൂടി ഇന്ററാക്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ പഠിക്കേണ്ട സമയത്ത് വീഡിയോ ഗെയിമും കളിച്ചിരുന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി കിട്ടും, പിന്നെ അവനൊക്കെ വേണ്ടി പണിയെടുത്ത് മരിച്ച ജീവിതം അങ്ങനെ തീർന്നു പോവുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ട് പിള്ളേരും കുറച്ചൊക്കെ ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ട്. ഇത്രയും നാൾ ജേസൺ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, അവർ കണ്ട അവരുടെ സാർ ഇങ്ങനെ അല്ലായിരുന്നു, ഇത്ര ആക്റ്റീവ് അല്ലായിരുന്നു. ഇവിടെ ഓജിയുള്ള ലോകത്ത് അമ്മാന്റെയും ലേറ്റണും ഒക്കെ അവന് വേണ്ടി തിരച്ചിൽ നടത്തുന്നു. നേരത്തെ നമ്മുടെ ജേസൺ ലേറ്റണോടൊക്കെ സംസാരിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ റയാൻ എന്ന വ്യക്തിക്ക് വേണ്ടി അവർ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഇതേസമയം നമ്മുടെ ഒറിജിനൽ ജേസൺ ആവട്ടെ ഡാനിയലൂടെ എക്സിബിഷൻ നടക്കുന്നിടത്തെത്തി. ഇദ്ദേഹത്തിന്റെ പകൽ പാസ് ഇല്ലാത്തതുകൊണ്ട് ആദ്യം സ്റ്റാഫ് ഇദ്ദേഹത്തെ തടഞ്ഞെങ്കിലും ഇദ്ദേഹത്തിന്റെ പേര് ജേസൺ ആണെന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഐ ആം സോറി ഡോക്ടർ, നിങ്ങളെ തിരിച്ചറിഞ്ഞില്ല, പ്ലീസ് നിങ്ങൾ അകത്തോട്ട് പോയിക്കോളൂ, ഇവിടെ ആളൊരല്പം പ്രശസ്തനാണല്ലോ, എന്റെ പേര് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞാൽ പാവ്യ അവാർഡ് വിജയിച്ച് ജേസൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റെസ്പെക്ട് കിട്ടും. ജേസൺ അകത്ത് കയറി ഡാനിയലെ വരച്ച ചിത്രങ്ങളൊക്കെ കണ്ട് അങ്ങനെ ചെല്ലുമ്പോൾ ദേ അവിടെ നമ്മുടെ ജേസന്റെ ചിത്രവും വെച്ചിട്ടുണ്ട്. ഡാനിയലെയും കണ്ടു. ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഡാനിയൽ സർപ്രൈസ് ആയി. ഒരുപാട് നാളായി ഇദ്ദേഹവുമായി കോണ്ടാക്ട് ഒന്നുമില്ലായിരുന്നു, എക്സിബിഷന് വരില്ല എന്നാണ് കരുതിയത് എന്നൊക്കെ. ഇത് തന്റെ ഭാര്യ ആയിരിക്കുമെന്ന് കരുതി ജേസൺ അവളെ കെട്ടിപ്പിടിച്ച് ചാർലിയെ പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ ചാർലിയോ അത് ആര് എന്ന് അവള്. കാരണം ഇത് നമ്മുടെ ഒറിജിനൽ ജേസന്റെ ഭാര്യയല്ല, ഇത് മറ്റൊരു ഡാനിയലെയാണ്. ഡാനിയലെ നമ്മുടെ ജേസനെ അവളുടെ ഏജന്റിനും സുഹൃത്തുക്കൾക്കൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാൻ ഇൻസ്പിറേഷൻ ആയത് തന്നെ ജേസൺ ആണെന്നാണ് ഇവള് പറയുന്നത്. ദേ അവിടെ റയാൻ വന്നു. ഈ ലോകത്തെ റയാൻ, മറ്റൊരു ലോകത്ത് പാവ്യ ഒക്കെ ജയിച്ച് ഒരു ന്യൂറോടെക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനൊക്കെ ആയിട്ട് റയാൻ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പുള്ളിക്കാരൻ പാവ്യയും ജയിച്ചിട്ടില്ല, ശാസ്ത്ര മേഖലയിൽ അറിയപ്പെടുന്ന അച്ചീവ്മെന്റ്സ് ഒന്നും തന്നെ സ്വന്തമാക്കിയിട്ടില്ല. കക്ഷിക്ക് ഇവിടെ കുറച്ച് ശോകം പിടിച്ച ലൈഫാണ്. നമ്മുടെ ജെയ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ റയാൻ ചോദിക്കുവാണ്. എനിക്കറിയാം വെലോസിറ്റി നിന്നോട് ഇതൊന്നും പുറത്ത് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, എന്നാലും ജസ്റ്റ് പറയടാ. വെലോസിറ്റി എന്നല്ലേ നീ പറഞ്ഞേ, അവരെ നിനക്കും അറിയോ? ഓ വെലോസിറ്റി നിനക്ക് അറിയാത്ത പോലെ സംസാരിക്കല്ലേ നീ. അല്ല എന്താ ജേസൺ ഇങ്ങനെ റിയാക്ട് ചെയ്തത്, സംഭവം എന്താണെന്നൊന്ന് വിശദമായിട്ട് പറഞ്ഞുതരാവോ? ജേസൺ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുകയോ പറയുകയോ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഡാനിയലയുടെ സ്പീച്ച്, പുള്ളിക്കാരി ചോയ്സസിനെ പറ്റിയാണ് സംസാരിച്ചു തുടങ്ങുന്നത്. ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ചോയ്സസ് കാരണം നമ്മുടെ ജീവിതം എങ്ങനെയായി മാറുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി. ഇവിടെ ഈ എക്സിബിഷന്റെ പാസ് സെറ്റ് ചെയ്തതും 3 ഫോട്ടോസ് വെച്ചിട്ടാണ്. അറ്റൻഡ് ചെയ്യാൻ വരുന്നവർക്ക് 3 ഫോട്ടോസ് ഉള്ള ഒരു എൻവലപ്പ് കൊടുക്കും. അവരതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ ചൂസ് ചെയ്യും. അവരവർ ചൂസ് ചെയ്യുന്ന ഫോട്ടോയ്ക്ക് അനുസൃതമായ വാതിലുകളിലൂടെയാണ് അവരെ ഉള്ളിലേക്ക് കടത്തിവിടുക. ഒന്നാമത്തെ വാതിൽ വഴി കയറി വരുമ്പോൾ കാണുന്ന ഫോട്ടോസ് അല്ല 2ലും 3ലും സെറ്റ് ചെയ്തിരിക്കുന്നത്, അവ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരുടെയും സെലക്ഷൻ അനുസരിച്ച് ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് ഡിഫറൻ്റ് ആയിരിക്കും എന്നൊക്കെ പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നു. ഇതെല്ലാം കേൾക്കുന്നത് നമ്മുടെ ജെയ്സണും തൻ്റെ ലൈഫിലെ ചോയ്സ് മറ്റൊന്നായിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്ത പോകുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് നിരന്തരം അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന, അവൻ്റെ മനസ്സിനെ അലട്ടിയിരുന്ന ആ ഒരു ചിന്തകളുണ്ടല്ലോ, അന്നൊരു പക്ഷേ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് പകരം താൻ മറ്റൊരു ലൈഫ് ചൂസ് ചെയ്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ പോലും ചുറ്റുപാട് സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന് വ്യക്തമായ ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുമ്പോൾ ജെയ്സൺ ഇപ്പോഴും ആ ഒരു സെക്കൻഡ് ചാൻസ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് സാരം. ഇവിടെ ഓജി വേൾഡിൽ നമ്മുടെ ജെയ്സന്റെയും ഡാനിയലുടെയും മകൻ ചാർലി ഒരു പാർട്ടിക്ക് പോകുന്നുണ്ടേ. ചാർലിക്ക് കുറച്ചാളായിട്ടൊരു കൊച്ചിനെ ഇഷ്ടമാണ്. ഇന്ന് ആ കൊച്ചും പാർട്ടിക്ക് വരുന്നുണ്ട്, ഇന്നാണ് പറ്റിയ അവസരം അവളോട് പറഞ്ഞേക്ക് എന്ന് ഡാനിയൽ പറഞ്ഞപ്പോൾ വെയിറ്റ്, ചാടി കയറി പറയാൻ നിൽക്കണ്ട. ഈ റിലേഷൻഷിപ്സ് ഒക്കെ ഒരു തരത്തിൽ നെഗോഷിയേഷനാണ്. ആദ്യം അപ്രോച്ച് ചെയ്യുന്ന ഒരു ഫെയിൽ ആവാനാണ് സാധ്യത. അതുകൊണ്ട് നീ ചാടി കയറി പറയാൻ നിൽക്കണ്ട, നിനക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അവളെ ധരിപ്പിക്കുക, കൂളായിട്ട് ഡീൽ ചെയ്യും പയ്യൻ എന്ന് പറഞ്ഞു വിട്ടു. എന്തായാലും നമ്മുടെ ഒറിജിനൽ ജെയ്സനാണ് ഇങ്ങനൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല. പുള്ളിക്കാരനാകുമ്പോൾ നീ എന്തെങ്കിലും കാണിക്കുക എന്നുള്ള മട്ടിൽ നിന്നേനെയും. കുറച്ചായി ഡാനിയലെയും ശ്രദ്ധിക്കുന്നുണ്ട് ജേസന്റെ പെരുമാറ്റത്തിൽ വന്ന മാറ്റമൊക്കെ. നല്ല ഡ്രസ്സ് ഇടുന്നു, എപ്പോഴും വൃത്തിമനയായിട്ട് നല്ല ക്ലീൻ ആയിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നു, കുറച്ചുകൂടെ ആക്റ്റീവാണ്, എനർജറ്റിക് ആണ്, ഭാവിയെ പറ്റി ചിന്തിക്കുന്ന നല്ല വിഷൻസ് ഉള്ള കഴിവുകളുള്ള ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഇമ്പ്രൂവ് ആയപ്പോൾ അവൾക്കും സന്തോഷം. ഇതേ സമയം നമ്മുടെ ഓജി ജെയ്സൺ അവിടുത്തെ ഡാനിയലോടും റയാനോടും ഇവന്റെ ലൈഫിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു കഥ പോലെ റിയൽ ആണെന്ന് പറയാതെ ഒരു ഫാന്റസി സ്റ്റോറി എന്ന മട്ടിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഡാനിയലയുടെ എക്സിബിഷന്റെ ഇൻസ്പിറേഷൻ തന്നെ നമ്മുടെ ജേസൺ ആണെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ കുറച്ച്
നാൾ മുമ്പ് ജേസണും ഡാനിയലെയും ഒരുമിച്ചായിരുന്നു. നമ്മുടെ ഈ ജേസൺ അല്ല, ഡ്യൂപ്ലി ജേസൺ. അന്ന് അവൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ചില കാര്യങ്ങളാണ് ഡാനിയലെ സ്വാധീനിച്ചത്. അവൻ ചോയ്സസിനെ പറ്റി, തീരുമാനങ്ങളെ പറ്റി അവളോട് പറയുമായിരുന്നു. നമ്മുടെ ലൈഫിലെ ഓരോ തീരുമാനങ്ങളും പുതിയ പുതിയ ലോകങ്ങളാണത്രേ. നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നമ്മുടെ ഭാവി നിർണ്ണയിച്ചുകൊണ്ടിരിക്കുകയാണത്രേ. ഒരേ സമയം എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്ര വിധം ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോസിബിലിറ്റീസ് നമ്മുടെ മുന്നിലുണ്ട്. അതിൽ നിന്ന് നമ്മളൊന്ന് ചൂസ് ചെയ്യുന്നു, അതിലേക്ക് ലീഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെയാണ് ലൈഫ്. ഈ കാര്യങ്ങളൊക്കെ ജേസൺ ഡാനിയലേക്ക് പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ അവന്റെ ലൈഫിൽ അവനെടുത്ത വേസ്റ്റ് തീരുമാനങ്ങളിൽ ഒന്നാണ് ഇവളെ ചൂസ് ചെയ്തത് എന്നും അവൻ പറഞ്ഞിരുന്നു എന്ന്. കാരണം ഡ്യൂപ്ലി ജേസന്റെ ആഗ്രഹങ്ങൾ എപ്പോഴും ശാസ്ത്രീയമായ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അന്ന് വെലോസിറ്റി എന്ന ലേറ്റന്റെ കമ്പനിക്ക് വേണ്ടി ജേസൺ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഇവളോട് പറഞ്ഞിരുന്നു, ഇനി ഒരുപക്ഷെ ഒരിക്കലും ഇവർ നേരിൽ കണ്ടെന്ന് വരില്ല എന്ന്. അന്ന് അവൻ പറഞ്ഞത് സത്യമായില്ലേ? ഇപ്പൊ ഏതാണ്ട് അതുപോലൊക്കെ തന്നെയല്ലേ? കാരണം ഇവളുടെ മുന്നിലിരിക്കുന്നത് ഇവളുടെ ജേസൺ അല്ലല്ലോ. ഈ ഡാനിയലെ സംബന്ധിച്ചിടത്തോളം ജേസൺ തിരിച്ചു വന്നു, വീണ്ടും മീറ്റ് ചെയ്തു. ഫസ്റ്റ് അവൻ ചോദിക്കുന്നത് തന്നെ ചാർലി എവിടെയെന്നാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്? ആരാണ് ചാർലി എന്ന് ഇവള് ക്ലാരിറ്റിക്ക് ചോദിച്ചപ്പോൾ, ചാർലി നമ്മുടെ മകനാണ്, നീ എൻ്റെ ഭാര്യയാണ്, നമ്മുടെ മകന് 15 വയസ്സുണ്ട്, പിന്നെ ഇവൻ റയാൻ ഒരുപാട് സയൻസ് പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്യുന്ന, പാവി അവാർഡ് ജയിച്ച പുതിയതായി ഒരു ന്യൂറോടെക് കമ്പനി തുടങ്ങാൻ പോകുന്നവൻ. ഇവൻ തന്നെയാണ് ഇവന്റെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്നോട് പറഞ്ഞത്. ബട്ട് ഇപ്പോൾ എല്ലാം മാറിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നത് റയാൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതേസമയം തന്നെ അവൻ്റെ ഒരു കോളും വന്നു. ജേസൺ ആകെ കിളി പോയിരിക്കുവാണ്. അതുകൊണ്ടാണ് അവൻ എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ചു പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഡാനിയലോടും യാത്ര പറഞ്ഞ് റയാൻ അവിടുന്ന് പോയി. അന്ന് രാത്രി നമ്മുടെ ജേസൺ ഡാനിയലയുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. അവളുടെ ഹെയർ ബാൻഡ്സിൽ ഒന്നെടുത്ത് പുള്ളിക്കാരൻ അവന്റെ മോതിര വിരലിൽ ഇടുന്നുണ്ട്. ഇത്രയും നാൾ കയ്യിൽ മോതിരം ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ എൻഗേജ്മെന്റ് റിങ്ങിന് ഓരോ ബാൻഡ് അങ്ങനെ ചുറ്റിവെച്ചു. ഫാമിലിയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം ഇത്തരത്തിലൊരു ലൈഫ് ആഗ്രഹിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ ശരിയാണ്, ആഗ്രഹിച്ചിരുന്നു. കുറച്ചൊക്കെ റിച്ച് ആയിട്ട് തന്റെ കരിയറും കൂടെ ഫോക്കസ് ചെയ്ത് ഫൈനാൻഷ്യലി സ്റ്റേബിളായി ഇത്രയും നാൾ ചെയ്തു വന്ന പോലെ ആ ഒരു പ്രൊഫസർ ജോബ് അല്ലാതെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജോലിയൊക്കെ ചെയ്യണമെന്ന് ഇദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അതിലേറെ ഇദ്ദേഹം തന്റെ കുടുംബത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. ഡാനിയലെയും മകൻ ചാർലിയെയും ഇഷ്ടപ്പെടുന്നുണ്ട്. അവരെ കളഞ്ഞുകൊണ്ട് ഇദ്ദേഹം ആഗ്രഹിച്ചിരുന്ന ആ ഒരു ലൈഫ് കിട്ടിയിട്ടും അർത്ഥമില്ല എന്നുള്ള അവസ്ഥയാണ്. OG ജേസൺ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഡ്യൂപ്ലി ചിന്തിക്കുന്നതാവട്ടെ റയാൻ ഓഫർ ചെയ്ത ജോലി പോലും വേണ്ടാന്ന് വെച്ച് മറ്റെന്തൊക്കെയോ പ്ലാൻസുമായിട്ട് ഫാമിലിയുടെ കൂടെ അങ്ങനെ ജീവിക്കാമെന്ന്. തൊട്ടടുത്ത ദിവസം നമ്മുടെ ജേസൺ അമാൻഡയെ വിളിക്കുന്നുണ്ട്. പുള്ളിക്കാരി രാവിലെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വിളിച്ചിട്ട്, ഞാൻ ഇന്നപോലെ ഹോസ്പിറ്റലിലാണ്, എനിക്കിപ്പോൾ നിങ്ങളുടെ ഹെൽപ്പ് വേണം, ഇവിടെ വരെ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചതും ഇതവൻ്റെ പ്ലാൻ ആയിരിക്കുമെന്ന് ചിന്തിക്കുകകൂടി ചെയ്യാതെ അമാൻഡ ആ വഴിക്കങ്ങ് പോയി. ഉദ്ദേശം അമാൻഡയെ ഒഴിവാക്കി ജേസൺ ആ വീട്ടിൽ കയറുക എന്നുള്ളതായിരുന്നു. ഇവിടെ ഈ റിയാലിറ്റിയിൽ നമ്മുടെ ജേസന്റെ വീട്ടിൽ ജേസനും അമാൻഡയുമാണല്ലോ ജീവിച്ചിരുന്നത് എന്നാണല്ലോ അമാൻഡ പറയുന്നത്. അപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊന്ന് തിരയണം. ഇവരെല്ലാം കൂടെ ചേർന്ന് പ്ലാൻ ഉണ്ടാക്കി തന്നെ പറ്റിക്കുകയാണോ അറിയണമല്ലോ. അതിനുവേണ്ടി അമാൻഡയെ വീട്ടിൽ നിന്ന് മാറ്റി വീടിനകത്ത് കയറി മുഴുവൻ തിരയുന്നു. ഇവന്റെ യഥാർത്ഥ വീട്ടിലുണ്ടായിരുന്ന ഫോട്ടോസിൽ ചിലതൊക്കെ ഇവിടെ കാണാം. ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ കാണുന്ന ഈ വെള്ളച്ചാട്ടത്തിന്റെ ഫോട്ടോയിൽ ജേസണും ഡാനിയലെയും ഇവരുടെ മകൻ ചാർലിയും നിൽക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ജസ്റ്റ് ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. വീട്ടിലുള്ള പല പല ഒബ്ജക്റ്റുകൾ ചൂണ്ടിക്കാണിച്ച് ഇതൊക്കെ ശരിക്കും അങ്ങനെയായിരുന്നു, ഇതെന്താ ഇപ്പം ഇങ്ങനെയെന്ന് അറിയില്ല, ഇതായിരുന്നു ഞങ്ങളുടെ മുറി, അത് ചാർലിയുടെ മുറിയാണ്, ഇവിടെ അങ്ങനെയാണ്, അവിടെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇവൻ അറിയാവുന്ന മാക്സിമം ഇൻഫോർമേഷൻ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇവൻ പറയുന്നതൊക്കെ സത്യമാണെന്ന് ഡാനിയലെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുവാണ്. ഇതെല്ലാം കേൾക്കുന്ന പുള്ളിക്കാരിക്ക് അങ്ങ് ടെൻഷനാണ്. ഇവനീ പറയുന്നതൊന്നും ഒരു തരത്തിലും കണക്ട് ആവുന്നില്ലല്ലോ. കുറേ മുമ്പ് ഇവർ രണ്ടാളും ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് ഡാനിയല പ്രഗ്നന്റ് ആയിരുന്നു. അന്ന് ജേസൺ എടുത്ത തീരുമാനം അവന്റെ കരിയർ ഫോക്കസ് ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡാനിയലയ്ക്ക് ഇവരുടെ കുഞ്ഞിനെ അബോർട്ട് ചെയ്യേണ്ടി വന്നു. ജേസൺ ആവട്ടെ ഇതങ്ങോട്ട് വിശ്വസിക്കാനായില്ല. ഫാമിലിക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഇദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അന്ന് ആ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ടി വന്നപ്പോൾ ഇദ്ദേഹത്തിന് മുന്നിൽ 2 പ്രധാനപ്പെട്ട ഓപ്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഒന്ന് കരിയർ ഫോക്കസ് ചെയ്ത് അങ്ങനെ ആ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോവാം. മറ്റൊന്ന് ഡാനിയലയോടൊപ്പം ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് കുടുംബജീവിതം നയിക്കാം. ജേസൺ ഫാമിലി തന്നെ ചൂസ് ചെയ്തു. ഒരു കോൾഡ് സ്റ്റെറൈൽ ലാബിന്റെ ഓർമ്മകളുമായി അങ്ങനെ ജീവിക്കുന്നതിന് പകരം തന്റെ കുടുംബത്തോടൊപ്പം ഡാനിയലോടൊപ്പം അവൾക്ക് ജനിക്കാൻ പോകുന്ന തന്റെ കുട്ടിയോടൊപ്പം ജീവിക്കാമെന്ന് അദ്ദേഹം തീരുമാനമെടുത്തു. അങ്ങനെയുള്ള വ്യക്തിയോട് ഇദ്ദേഹം കാരണം കുഞ്ഞിനെ അബോർട്ട് ചെയ്യേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് സഹിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ജേസൺ ഈ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ കേട്ട് ഡാനിയലയും ഡിപ്രസ്ഡ് ആയിരുന്നു. ജേസണും കൂടുതൽ സമയം അമാൻഡയുടെ ആ വീട്ടിൽ നിൽക്കാതെ ഡ്യൂപ്ലി ജേസൺ വർക്ക് ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ പ്രൊജക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് അവിടുന്ന് പുറത്തിറങ്ങി. വിശദമായി ജേസൺ വർക്ക് ചെയ്തിരുന്ന പ്രൊജക്ടിനെ പറ്റിയൊക്കെ ചെക്ക് ചെയ്ത് വന്നപ്പോഴാണ് ഇദ്ദേഹത്തിന് കാര്യം മനസ്സിലാവുന്നത്. ക്വാണ്ടം മെക്കാനിക്സിൽ പറയുന്ന സൂപ്പർ പൊസിഷൻ ഇല്ലേ, ഷ്രോഡിംഗേഴ്സ് ക്യാറ്റ് എക്സ്പെരിമെന്റിലൂടെ അദ്ദേഹം വിവരിച്ചു തന്ന ആ ഒരു സൂപ്പർ പൊസിഷൻ എന്ന സ്റ്റേറ്റ്, ആ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ആ ഒരു 5th ഡിമെൻഷൻ സ്പേസ് നമ്മുടെ ജേസന് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. നമ്മുടെ ജേസൺ അല്ല, ഡ്യൂപ്ലി ജേസന്. ക്വാണ്ടം മെക്കാനിക്സ് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് റിയാലിറ്റീസിനെ കണക്ട് ചെയ്യുന്ന, ഈ റിയാലിറ്റീസിലേക്കെല്ലാം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന വൺ സിംഗിൾ ബോക്സ് അഥവാ സൂപ്പർ പൊസിഷൻ എന്ന അവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ ജേസനുള്ള ഈ റിയാലിറ്റിയിലുള്ള ആ ജേസൺ എല്ലാ റിയാലിറ്റീസിനെയും കണക്ട് ചെയ്യുന്ന ഇങ്ങനെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഈ റിയാലിറ്റിയിൽ നിന്നും നമ്മുടെ OG ജേസന്റെ റിയാലിറ്റിയിലേക്ക് ട്രാവൽ ചെയ്തു. എന്നിട്ട് ഇവന്റെ ലൈഫ് മോഷ്ടിച്ച് ഇവനെ ആ റിയാലിറ്റിയിൽ നിന്നും ഈ റിയാലിറ്റിയിലേക്ക് കൊണ്ടിട്ടിട്ട് ആ ജേസൺ അവിടെ അദ്ദേഹത്തിന്റെ ഫാമിലിയോടൊപ്പം, ഇദ്ദേഹത്തിന്റെ ഫാമിലിയോടൊപ്പം ജീവിക്കുന്നു. ശരിക്കും ഈ റിയാലിറ്റിയിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബം, ആ ഒരു കുടുംബ ജീവിതം അദ്ദേഹം ഇത്തരത്തിൽ മറ്റൊരു റിയാലിറ്റി
റിയാലിറ്റിയിലൂടെ സ്വന്തമാക്കുന്നു. കാര്യം മനസ്സിലായില്ലേ? ഇവിടെ ഇപ്പോൾ ആ റിയാലിറ്റി ഈ റിയാലിറ്റി എന്ന് 2 റിയാലിറ്റിയെ പറ്റിയല്ലേ പറഞ്ഞുള്ളൂ. ഇനിയും വരുന്നുണ്ട്. ഒരുപാട് റിയാലിറ്റീസ് വരാനിരിക്കുന്നതേ ഉള്ളൂ. ശ്രദ്ധിച്ച് കാണുട്ടോ. ഇവിടെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരുപാട് റിയാലിറ്റികളിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന, ഇൻഫൈനൈറ്റ് പോസിബിലിറ്റീസിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടും എന്തുകൊണ്ട് ആ ജെയ്സൺ നമ്മുടെ OG ജെയ്സണുള്ള റിയാലിറ്റി ചൂസ് ചെയ്തു? ഇൻഫൈനൈറ്റ് പോസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജെയ്സൺ ജീവിച്ച പോലെ ഫാമിലി ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒത്തിരി ലോകങ്ങളുണ്ടാവുമല്ലോ. ആ ലോകങ്ങളിലും പൊളിറ്റിക്കലി ഒത്തിരി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള, സമത്വത്തിലൂന്നി പ്രവർത്തിക്കുന്ന, അതായത് ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി അല്ലാത്ത പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്ന കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു റിയാലിറ്റിയിലേക്ക് നമ്മുടെ ജെയ്സന് പോകാൻ അവസരമുണ്ടായിരുന്നിട്ടും അദ്ദേഹം ചൂസ് ചെയ്തത് ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയാണ്. എന്തുകൊണ്ട്? ഇനി ഒരു പക്ഷേ ആൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയതാവോ? അല്ലെങ്കിൽ ആ ഒരു ബോക്സിന് പരിമിതി ഉണ്ടാവോ? ഇവിടെ നമ്മുടെ ജെയ്സൺ ഇദ്ദേഹത്തിന്റെ റിയാലിറ്റിയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഡാനിയലേക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ ആരോ ഇവരുടെ വീടിന് പുറത്ത് വന്നിട്ടുണ്ട്. ആരാണെന്നറിയാൻ ജെയ്സൺ വാതിലിന്റെ അവിടെ ചെന്ന് പുറത്തേക്ക് നോക്കിയതും ദേ ഒരു പുള്ളിക്കാരി ലോക്ക് ഷൂട്ട് ചെയ്ത് പൊട്ടിച്ച് കതക് തുറന്ന് വീടിനകത്ത് കയറി ജെയ്സനെ ഗൺ പോയിന്റിലാക്കി. ഈ പുള്ളിക്കാരി ലേറ്റന്റ് ആളാണ്. ജെയ്സനെ പിടിച്ചോണ്ടി എല്ലാം വിട്ടതാണ്. നമ്മുടെ ഡാനിയല ഇതെല്ലാം കണ്ട് പോലീസിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ദാണ്ടെ അവളെ അങ്ങ് ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞു. ഈ കാര്യങ്ങൾ ലേറ്റൻ നമ്മുടെ അമാൻഡയെ വിളിച്ചു പറഞ്ഞതും പുള്ളിക്കാരി ദേഷ്യത്തിൽ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട്. ജെയ്സനെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ അത് ചെയ്യണം, മറ്റൊരാളെ കൊന്നുകളയല്ല ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് റിയാലിറ്റീസിലേക്കുള്ള പാത്വേ തുറന്നിരിക്കുമല്ലേ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഓരോ മരണത്തിന്റെയും ഇമ്പാക്ട് ചെറുതായിരിക്കത്തില്ല. ഇതൊന്നും ചിന്തിക്കാതെ ഡാനിയലെ വെടിവെച്ച് കൊന്നത് ലേറ്റന് പോലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. ഇവൻ ജെയ്സനെ പിടിച്ചുകൊണ്ട് വരാനല്ലേ പറഞ്ഞത്, ഒരാളെ കൊല്ലാനൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതിൽ അതിന്റെ എല്ലാം ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നു എന്ന് ലേറ്റൻ പറയുന്നുണ്ട്. ഇതിനൊക്കെ ശേഷം രാവിലെ മേസൺ എന്ന ഡിറ്റക്റ്റീവ് ലേറ്റനെ കാണാൻ വരുന്നുണ്ട്. ജസ്റ്റ് വെറുതെ കാണാൻ വന്നതല്ല, അന്വേഷണമാണ്. ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വന്നതാണ്. ആദ്യം ഈ ഒരു വെലോസിറ്റി കമ്പനിയെ പറ്റിയും ഇദ്ദേഹത്തിന്റെ ഫാമിലിയെ പറ്റിയും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി. 52 വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന്റെ മുത്തച്ഛൻ തുടങ്ങിയ കമ്പനിയാണിത്. ആദ്യമൊക്കെ ജെറ്റ് എഞ്ചിൻസ് മാനുഫാക്ചറിംഗ് ആയിരുന്നു. ലേറ്റന്റെ അച്ഛനും അമ്മയും അവന്റെ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചുപോയതാണ്. മുത്തച്ഛനാണ് ലേറ്റനെ വളർത്തിയത്. അദ്ദേഹത്തിന്റെ കാലശേഷം ഇവനിപ്പോൾ ഈ കമ്പനി നടത്തുന്നു. നമ്മുടെ ജെയ്സൺ ഏതാണ്ട് 8 വർഷമായിട്ട് ഈ വെലോസിറ്റി കമ്പനിക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് ആയിട്ട് ജെയ്സനെ കണ്ടത് 1 വർഷത്തിന് മുമ്പാണ് എന്നാണ് ലേറ്റൻ ഇവിടെ പറയുന്നത്. ശരിക്കും ജെയ്സനെ ഇവരിപ്പോൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യമൊന്നും തുറന്നു പറയുന്നില്ല. പറയാൻ പറ്റില്ലല്ലോ. ഗവൺമെന്റിനെ അറിയിക്കാതെ യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷനും പുറത്തുവിടാതെ ഇത്തരത്തിലൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്തു. അതുപയോഗിച്ച് മൾട്ടിപ്പിൾ റിയാലിറ്റീസിലേക്ക് പോകാൻ പറ്റും. പേപ്പേഴ്സിൽ മാത്രമുണ്ടായിരുന്ന ഈ കാര്യങ്ങളൊക്കെ ഇവർ റിയലി പോസിബിൾ ആക്കി എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തുവിട്ടാൽ അത് കമ്പനിയെയും ലേറ്റനെയും ഒക്കെ മോശമായി ബാധിക്കൂ. എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നവരെ ഇതെല്ലാം രഹസ്യമാക്കി വെച്ചേ പറ്റുള്ളൂ. 1 വർഷം മുമ്പ് നമ്മുടെ ജെയ്സനെ കാണാതായി എന്ന് പറയുന്നു. അതിനും മുമ്പ് ഏതാണ്ട് 18 മാസങ്ങൾക്ക് മുമ്പ് ബ്ലെയർ എന്നൊരു സ്ത്രീയെ കാണാതായി എന്ന് പറയുന്നു. ഇതിലൊക്കെ കോമൺ ആയിട്ടുള്ളത് ഈ വെലോസിറ്റി കമ്പനിയാണ്. 1 വർഷം മുമ്പ് കാണാതായ ജെയ്സൺ കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെക്ക് ഇൻ ചെയ്തിരുന്നു. അവിടെ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു എന്നുള്ള ഡീറ്റെയിൽസ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിനാണ് ഇവളിവിടെ വന്നത്. ഏതെങ്കിലും തരത്തിൽ ജെയ്സൺ ഇവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, അവനെപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടോ എന്നൊക്കെ. ലേറ്റനും ഇല്ല എനിക്കറിയില്ല, അവൻ തിരിച്ചു വന്നോ, അവൻ എന്താ പറ്റിയേ എന്നൊക്കെ ഉള്ള മട്ടിൽ ഇങ്ങനെ നിന്നു. ഡിറ്റക്റ്റീവ് മേസൺ മന്ദബുദ്ധി അല്ലല്ലോ. പുള്ളിക്കാരിക്ക് ഇവൻ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന് സംശയം തോന്നി. എന്നാൽ നിയമപരമായ പരിമിതികൾ ഉള്ളതുകൊണ്ട് ഇവനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. എന്നാൽ 1 വർഷം മുമ്പ് നമ്മുടെ ജെയ്സനെ ഇവിടുന്ന് കാണാതാകുന്നതിന് മുമ്പ് അദ്ദേഹം അമാൻഡയുമായി റിലേഷനിലായിരുന്നെന്നും ഇപ്പോൾ തിരിച്ചു വന്ന ജെയ്സൺ അമാൻഡയെ കോൺടാക്ട് ചെയ്തിരിക്കാമെന്നും കരുതി പുള്ളിക്കാരിയോടും സംസാരിക്കുന്നുണ്ട്. എന്നാൽ വെലോസിറ്റി കമ്പനിക്ക് വേണ്ടിയും ലേറ്റന് വേണ്ടിയും അമാൻഡയും സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ല. ഈ ഒരു ബോക്സ് കാരണം കമ്പനിയിൽ നിന്ന് കാണാതായിട്ടുള്ളത് നമ്മുടെ ജെയ്സനെ മാത്രമല്ലല്ലോ, നേരത്തെ പറഞ്ഞ ബ്ലെയർ എന്ന സ്ത്രീ, അതുകൂടാതെ മറ്റു 2 ആളുകളെയും ഇവർ കാരണം കാണാതായിട്ടുണ്ടെന്ന്. അവർക്കൊക്കെ എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് ഊഹിക്കാലോ. അവർ ബോക്സ് വഴി ട്രാവൽ ചെയ്ത് മറ്റേതോ റിയാലിറ്റിയിലെത്തി. പിന്നെ അവിടുന്ന് തിരിച്ചു വരാൻ പറ്റിയില്ല, അവിടെ ട്രാപ്പായി പോയി. ഒരു പക്ഷേ ട്രാവൽ ചെയ്യുന്നതിനിടയ്ക്കോ മറ്റേതെങ്കിലും റിയാലിറ്റിയിൽ വെച്ചോ മരണപ്പെട്ടിരിക്കാനുള്ള സാധ്യത പോലും ഉണ്ട്. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് റിയാലിറ്റീസ് ഉള്ള സ്ഥിതിക്ക് ഇവരെവിടെയാണ് പോയി ട്രാപ്പായത് എന്ന് കണ്ടുപിടിക്കുക അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇതേസമയം നമ്മുടെ ജെയ്സൺ, നമ്മുടെ OG ജെയ്സൺ, ഇവർ ഇതുപോലെ റിയാലിറ്റീസിനെ കണക്ട് ചെയ്ത് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവനിപ്പോൾ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും വിശദമായി ഒന്നുകൂടെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആകും എന്ന മട്ടിൽ സംസാരിച്ചപ്പോൾ ലേറ്റനും ഇതിവന്റെ ഡ്രാമയാണ് എന്നൊന്നും ചിന്തിക്കുക കൂടി ചെയ്യാതെ ഇവനെ കൂട്ടിക്കൊണ്ടുപോയി ആക്സസ് കോഡ് അടിച്ച് അവിടെ ഇവരുടെ കമ്പനിയിൽ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു ബോക്സ്, പല റിയാലിറ്റികളിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സൂപ്പർ പൊസിഷൻ അവസ്ഥ പോസിബിൾ ആക്കുന്ന ബോക്സ് കാണിച്ചു കൊടുത്തു. പണ്ട് ജെയ്സൺ ഇതുപോലെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, വളരെ ചെറിയ ഒരെണ്ണം. അതുപോലും സക്സസ് ആയിരുന്നില്ല. കാരണം സൂപ്പർ പൊസിഷൻ എന്ന ആ ഒരു സ്റ്റേറ്റ് പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് എൻവയോൺമെന്റിൽ നിന്നും കംപ്ലീറ്റ്ലി ഷീൽഡഡ് ആയിട്ടുള്ള, എല്ലാ തരത്തിലും ഷീൽഡഡ് ആയിട്ടുള്ള ഒരു ബോക്സ് വേണം ക്രിയേറ്റ് ചെയ്യാൻ. അന്ന് ജെയ്സൺ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒന്നുമില്ലാത്ത ഒരു നത്തിങ് സ്റ്റേജിലുള്ള അല്ലെങ്കിൽ സൂപ്പർ പൊസിഷൻ സ്റ്റേജിലുള്ള ഒരു അവസ്ഥ അതിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. നമ്മുടെ ജെയ്സന് സാധിക്കാത്തത് ഈ ലോകത്തുള്ള ഡ്യൂപ്ലിക്കേറ്റ് ജെയ്സൺ സാധിച്ചെടുത്തു. ഈ ഒരു ബോക്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പുറത്തുള്ള ലോകവുമായിട്ട് അകത്തേക്ക് ഒരു തരത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇൻസ്റ്റന്റ്ലി അതൊരു പാത്വേ ആയി മാറും, അല്ലെങ്കിൽ ഒരു കോറിഡോർ ആയി മാറും എന്നുള്ളതാണ്. മറ്റൊരുപാട് റിയാലിറ്റികളിലേക്ക് പോകാനുള്ള ഒരു വഴിയായിട്ട് മാറും. അത്രയും സീൽഡ് ആയിട്ട്, അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഈ ബോക്സ് ചെയ്തെടുത്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു സ്റ്റേറ്റ് പോസിബിൾ ആയതും. ഇവിടുത്തെ ജെയ്സൺ, ഇത് ക്രിയേറ്റ് ചെയ്ത ജെയ്സൺ ബോക്സിൽ കയറി എങ്ങോട്ടോ പോകുന്നതും, അതായത് നമ്മുടെ ജെയ്സന്റെ ലോകത്തേക്ക് പോകുന്നതും, അമാന്റെ അവന്റെ പുറകെ ഓടിച്ചെന്നെങ്കിലും അതിനോടകം അവൻ ബോക്സിന്റെ ഡോർ ക്ലോസ്
ക്രോസ് ചെയ്ത് അങ്ങനെ അങ്ങ് പോയതും 2-3 ദിവസം മുമ്പ് ഇവരെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ജേസൺ, നമ്മുടെ OG ജേസൺ ബോക്സിൽ നിന്ന് പുറത്തു വന്നതുമൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റെയൊക്കെ വിഷ്വൽസ് ഇവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ലെയ്റ്റണൊക്കെ കരുതുന്നത് അങ്ങോട്ട് പോയ അതേ ജേസൺ തന്നെയാണ് തിരിച്ചു വന്നത്, 1 വർഷം സമയമെടുത്ത് പുള്ളിക്കാരൻ തിരിച്ചു വന്നതാണെന്നാണ്. ബട്ട് ഇത് കംപ്ലീറ്റ്ലി വേറൊരാളാണല്ലോ, മറ്റൊരു റിയാലിറ്റിയിൽ നിന്ന് വന്ന ആളാണല്ലോ. അത് ഇവർക്ക് ഇനിയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഈ ജേസൺ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഡാനിയലേക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. എന്നാൽ അവളെ ഇവരുടെ വാടക ഗുണ്ട ഡോൺ എന്ന പുള്ളിക്കാരി കൊന്നുകളഞ്ഞല്ലോ. ശരിക്കും ഡോൺ ഇത്തിരി പ്രശ്നക്കാരിയാണ്. വെലോസിറ്റി പറയുന്നതും പറയാത്തതും പറയുന്നതിനപ്പുറവും ഒക്കെ ചെയ്യുന്ന ഒരുത്തിയാണ്. ഇതേ സമയം നമ്മുടെ ഒറിജിനൽ ജേസന്റെ ലോകത്ത് ഇപ്പോൾ ജീവിക്കുന്ന ഡ്യൂപ്ലി ജേസൺ അവിടെ നടക്കുന്ന ഒരു ഡിന്നർ പാർട്ടിയിൽ പങ്കെടുക്കുന്ന ആളുകളെ പറ്റി ഇങ്ങനെ തിരയുവാണ്. ഈ ഡിന്നർ പാർട്ടിയുടെ കാര്യങ്ങളെ പുള്ളിക്കാരൻ അറിയത്തില്ലായിരുന്നു. ഡാനിയയുടെ മുന്നിൽ വെച്ച് ഇത് അറിയാത്ത മാതിരി ഒന്ന് സംസാരിച്ച് ഒന്ന് പതറിയെങ്കിലും സിറ്റുവേഷൻ മാനേജ് ചെയ്തു. ഇനിയിപ്പോൾ പാർട്ടിക്ക് ആരൊക്കെ വരുന്നുണ്ടെന്ന് ഇങ്ങനെ നോക്കി വന്നപ്പോൾ ബ്ലെയറിന്റെ പേര് കണ്ടു. ബ്ലെയർ കെപ്ലൻ, അതായത് ആ ലോകത്ത് നമ്മുടെ OG ലോകത്ത് ജീവിക്കുന്ന ബ്ലെയർ. ഇവന്റെ റിയാലിറ്റിയിലുള്ള ബ്ലെയർ ബോക്സിനകത്ത് കയറി മറ്റേതോ റിയാലിറ്റിയിലേക്ക് ട്രാവൽ ചെയ്തു. പിന്നെ പുള്ളിക്കാരിയെ പറ്റി യാതൊരു വിവരവും ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ പുള്ളിക്കാരി കറങ്ങിത്തിരിഞ്ഞ് ഈ റിയാലിറ്റിയിൽ എത്തിയാലോ? അത് കുഴപ്പമാണല്ലോ. ഒരേ റിയാലിറ്റിയിൽ 2 ബ്ലെയർ വന്നാൽ അത് ഒത്തിരി കൺഫ്യൂഷന് കാരണമാകാം. അതേപോലെ തന്നെ ഇവൻ ഇത്രയും പ്ലാൻ ചെയ്ത് ഈ പ്ലാൻസ് ഒക്കെ വെറുതെ അയക്കാം. ഏതായാലും ഡിന്നർ പാർട്ടിക്ക് വേണ്ടി റെഡി ആകുമ്പോൾ ഇപ്പം ഇവിടെയുള്ള ബ്ലെയർ ആരാണ്, ഇവർക്ക് ആരാണ്, എങ്ങനെ ഇവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നു, ക്ലോസ് ആണോ, ജോലി എന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവൻ നോട്ട് ചെയ്യുന്നുണ്ട്. അവർ ഡിന്നർ പാർട്ടിക്ക് വരുമ്പോൾ അവരെ ഒന്നും ഇവന് ഈ ഒരു റിയാലിറ്റിയിൽ എങ്ങനെയാണോ അത്തരത്തിൽ പരിചയമില്ലെങ്കിലും മാനേജ് ചെയ്യണമല്ലോ. അതുകൊണ്ട് പാർട്ടിക്ക് വരുന്ന മാക്സിമം ആളുകളെ പറ്റിയുള്ള പരമാവധി ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു. എത്രയൊക്കെ പ്ലാൻ ചെയ്തിരുന്നാലും ജേസന്റെ ഓവർ വിനയവും ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള സംസാരവും ആറ്റിറ്റ്യൂഡിട്ടുള്ള പെരുമാറ്റവും ചെറിയ ചെറിയ കാര്യങ്ങൾക്കുള്ള കോംപ്ലിമെന്റ്സും ഒക്കെ ഇവരിൽ ചെറിയ തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മനുഷ്യനല്ലേ, മാറും, മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള രീതിയിൽ അവരതങ്ങ് വിട്ടുകളഞ്ഞു. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഇതെല്ലാം ഡീൽ ചെയ്യാൻ ജേസൺ ഇങ്ങനെ പെടാപ്പാട് പെടുമ്പോൾ പാർട്ടിക്ക് വിളിക്കാത്ത ഒരു അതിഥി അങ്ങോട്ട് കയറി വന്നു. നമ്മുടെ റയാൻ. പാവം ജേസൺ എന്ത് പറയണമെന്ന് അറിയത്തില്ല. ആരാ അത്? എന്താ വേണ്ടേ? കൊക്കക്കോള എടുക്കട്ടെ? കൊക്കക്കോളയാ? എനിക്കെന്താ വേണ്ടെന്ന് നിനക്ക് അറിയത്തില്ലേ? റയാൻ പെട്ടെന്ന് ഇങ്ങനെ കയറി വന്നപ്പോൾ നമ്മുടെ ആൾ കുറച്ച് കൺഫ്യൂസ് ആയി പോയെങ്കിലും ഒരു വിധത്തിൽ സിറ്റുവേഷനൊക്കെ മാനേജ് ചെയ്തു. ഇതേ സമയം ഈ ജെയ്സൺ സാറിന്റെ റിയാലിറ്റിയിൽ, നമ്മുടെ ജെയ്സൺ പെട്ടുപോയിരിക്കുന്ന റിയാലിറ്റിയിൽ എന്താ സംഭവിക്കുന്നതെന്നോ? ലേറ്റന്റെ വാടക കൊണ്ട് ഡോൺ അവിടുത്തെ റയാനെ പിടിച്ചോണ്ട് വന്നു. നമ്മുടെ ജെയ്സൺ നേരത്തെ റയാനോടും ഡാനിയലോടും ഒക്കെ ഒരു കഥ പോലെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അതെല്ലാം റയാനിൽ നിന്ന് മനസ്സിലാക്കി ഇവരുടെ മുന്നിലിരിക്കുന്ന ഈ ജെയ്സൺ ഇവിടുന്ന് പോയ ജെയ്സൺ അല്ല, മറ്റൊരു റിയാലിറ്റിയിൽ നിന്ന് വന്ന മറ്റൊരു ജെയ്സൺ ആണെന്ന് മനസ്സിലാക്കി. സത്യം പറഞ്ഞോണം, നീ ഞങ്ങളുടെ ജെയ്സൺ അല്ല, ഞങ്ങളുടെ ജെയ്സൺ എവിടെ? ഇവനാവട്ടെ ഇപ്പൊ എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഇവര് ഡാനിയലെ കൊല്ലുന്നു, ഈ ലോകത്തെ റയാനെ പിടിച്ചുകൊണ്ട് വരുന്നു. എല്ലാം കൂടെ ആലോചിച്ച് ദേഷ്യം വന്ന നമ്മുടെ ജെയ്സൺ ചാടി കയറി ലേറ്റനെ അടിച്ച് താഴെയിട്ടു. ഗാർഡ്സ് കയറി വന്ന് ജെയ്സനെ പിടിച്ചു മാറ്റിയത് കൊണ്ട് കൂടുതൽ അടി കൊള്ളാതെ ലേറ്റൻ രക്ഷപ്പെട്ടു. ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ജെയ്സൺ ഡിന്നർ പാർട്ടിക്കിടെ പല ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്നുണ്ട്. ഡാനിയലെയും ജെയ്സണും താങ്ക്സ് ഗിവിങ്ങിന് പോയ ആ ഹോട്ടലിന്റെ പേരെന്തായിരുന്നു എന്നൊക്കെ പുള്ളിക്കാരി പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഇവനും കൺഫ്യൂസ് ആയിപ്പോയി. എങ്കിലും നേരത്തെ ഫോണിൽ കണ്ട ഒരു ഫോട്ടോയിൽ നിന്ന് ഹോട്ടലിന്റെ പേര് ഓർത്തെടുത്ത് പറഞ്ഞു. പിന്നെ ഡാനിയലെ കുറേ പൊക്കി പറയുന്നുണ്ട്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എൻ്റെ എക്സ്ട്രാ ഓർഡിനറി വൈഫ്, അവൾക്കാണ് എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ്. സത്യം പറഞ്ഞാൽ ഞാൻ നിന്നെ ഡിസേർവ് ചെയ്യുന്നില്ല. ഇവൻ ഈ പറയുന്നതിനിടെ കൂടെ ബ്ലെയറിന്റെ ഒരു തട്ടല്. അതെ അത് ശരിയാണ്, നീ അവളെ ഡിസേർവ് ചെയ്യുന്നേ ഇല്ല. ഇവരൊക്കെ ഇങ്ങനെയാണ്, അത്രയും ക്ലോസ് ആണ്. ഇവിടെ ജേസൺ ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ അതിന്റെ വില വളരെ വലുതായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഡിന്നർ പാർട്ടിയിൽ എല്ലാവരോടും ഇവൻ ഇങ്ങനെ സംസാരിച്ചു വരുമ്പോൾ അപ്പുറത്ത് മറ്റേ റിയാലിറ്റിയിൽ നമ്മുടെ ജേസൺ തല്ലുകൊള്ളുവാണ്. ലേറ്റനെ തല്ലിയത് കൊണ്ട് ഡോൺ ഇവനെ തല്ലി ഒരു പരുവാക്കുന്നുണ്ട്. വീണ്ടും ലേറ്റൻ വന്ന്, എടാ നീ വേറൊരു ജേസൺ ആണെന്ന് എനിക്കറിയാം, പക്ഷെ നിന്റെ തന്നെ മറ്റൊരു വേർഷനല്ലേ ഇത് ക്രിയേറ്റ് ചെയ്തത്. അപ്പം നിനക്കിത് എങ്ങനെ പ്രവർത്തിക്കുമെന്നും അറിയത്തില്ലേ? ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന അത്രയും അടിപൊളി ഒരു ടെക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്താൽ ഏത് ലെവലിൽ കാര്യങ്ങൾ മാറുമെന്ന് ചിന്തിച്ചു നോക്ക്. ഇക്കണ്ട രോഗങ്ങൾ, ക്യാൻസർ, പട്ടിണി, ഇതൊന്നും ഇല്ലാത്ത ഒരു ലോകം നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. പ്ലീസ് ജേസൺ, നിന്നെ കൊണ്ട് പറ്റുന്ന പോലെ നീ ഒന്ന് സഹായിക്ക്. ഇതെങ്ങനെയെങ്കിലും നമുക്ക് വർക്കൗട്ട് ആക്കി എടുക്കണം. ലേറ്റണി പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ വേറെ ആളോടാ പറയുന്നേ. ഇവൻ ഇതൊന്നും അറിഞ്ഞുവിടുന്നേ. എനിക്കതിനെപ്പറ്റി ഒരു തേങ്ങയും അറിഞ്ഞുവിടാ ഡാഷേ എന്ന് പറഞ്ഞു വിട്ട്. ഇനിയിപ്പോൾ ബോക്സിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാലും അവന് പറഞ്ഞു കൊടുക്കുമോ? അവൻ ഇപ്പം ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിക്കും. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ അവന്റെ നേട്ടത്തിന് വേണ്ടി ആ ബോക്സ് ഉപയോഗിക്കത്തില്ലെന്ന് ആര് കണ്ടു? അവർ ജേസനെ പിടിച്ച് റയാനെ പൂട്ടിയിട്ടിരിക്കുന്ന അതേ മുറിയിൽ കൊണ്ടുപോയിട്ടു. റയാനും ആകെ പേടിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ താനും ഒരു തരത്തിൽ റെസ്പോൺസിബിൾ ആണ്. ഡാനിയലയുടെ എക്സിബിഷൻ കഴിഞ്ഞിരിക്കുന്ന ആ ഒരു ടൈമിലാണ് ലേറ്റൻ റയാനെ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത്. അന്നേരമേ ആവശ്യമില്ലാത്ത വള്ളിയെടുത്ത് തലേ വെക്കാതെ നോ പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. ഡാനിയലെ കൊല്ലപ്പെട്ടതിനും കാരണം താനാണ് എന്ന് പറഞ്ഞ് വല്ലാണ്ടങ്ങ് വിഷമിച്ച് കരയുന്നുണ്ട് റയാൻ. ജേസൺ അവനെ ആശ്വസിപ്പിച്ചിട്ട്, റയാൻ നീ വെലോസിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്തില്ലേ? എന്നോട് കറക്റ്റ് കാര്യം തുറന്നു പറ, എന്താണ് നീ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്? റയാൻ വെലോസിറ്റിക്ക് വേണ്ടി ഒരു തരത്തിലുള്ള മരുന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഈ ഒരു മരുന്ന് ഹ്യൂമൻ ബ്രെയിനിനെ ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിലേക്ക് ഇഴകിച്ചേരാതെ പ്രൊട്ടക്ട് ചെയ്യും. അതുകൊണ്ടാണ് ആ ഒരു സൂപ്പർ പൊസിഷൻ എന്ന അവസ്ഥയിൽ ട്രാപ്പായി പോകാതെ ഇവർക്ക് മറ്റൊരു യൂണിവേഴ്സിലേക്ക്, മറ്റൊരു റിയാലിറ്റിയിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. ഇരുവരും ഇക്കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് നിൽക്കുമ്പോൾ ലേറ്റനൊക്കെ വന്ന് റയാനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് അമാന്റെ ഡോർ തുറന്ന് കയറി വന്ന്, പെട്ടെന്ന് വാ നമുക്ക് രക്ഷപ്പെടാം, കമോൺ ജേസൺ വേഗം വാ, ക്യാമറയൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അല്ല അതുവിനും റയാനെ അവർ പിടിച്ചോണ്ട് പോയി. അത് കേട്ട അമാൻഡ നമ്മുടെ ജേസനെ നോക്കി ഐ ആം സോറി എന്ന് പറയും. റയാനെ അവർ
കൂട്ടിക്കൊണ്ടുപോയി എന്താ ചെയ്തിരിക്കാന്ന് ഗസ് ചെയ്യാമല്ലോ. ഏതായാലും ഇവരിരുവരും ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ചെന്ന് വിടുന്നത് ലേറ്റന്റെ മുന്നിൽ. അവൻ പിന്നാലെ വന്നപ്പോൾ ജെയ്സൺ അവന്റെ മുഖത്തിട്ടൊരു ഇടി കൊടുത്തിട്ട് ഇവർ രണ്ടുപേരും ഓടിച്ചെന്ന് അമാൻഡയുടെ ആക്സസ് കോഡ് യൂസ് ചെയ്ത് ബോക്സ് ഇരിക്കുന്ന അങ്ങോട്ട് കയറാൻ ശ്രമിച്ചെങ്കിലും അവളുടെ ആക്സസ് കോഡ് വർക്കാവുന്നില്ല. ഉടനെ നമ്മുടെ ജെയ്സൺ അവന്റെ പേര് പറഞ്ഞു. നേരത്തെ ലേറ്റൻ എൻ്റർ ചെയ്ത കോഡ് ഇവൻ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ആ കോഡ് എൻ്റർ ചെയ്ത് അകത്ത് കയറി ലേറ്റണിന്നും ഡോണിന്നും രക്ഷപ്പെടാൻ വേണ്ടി ബോക്സിനകത്ത് കയറുവാണ്. ഡോണും ലേറ്റണും ഇവർ ബോക്സ് ക്ലോസ് ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ ജേസണും അമാൻഡയും അവരുടെ ശക്തി ഉപയോഗിച്ച് വാതിലടച്ചു. വാതിലിനിടയിൽ കുടുങ്ങി ഡോണിന്റെ വിരലുകൾ അറ്റുപോയത് മിച്ചം. അകത്ത് കയറിയതും ജേസണും അമാൻഡയും മരുന്ന് അവരുടെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. അമാൻഡയും ജെയ്സന്റെ കൂടെ ട്രാവൽ ചെയ്യാൻ തീരുമാനിച്ചു. അവൾ അവളുടെ സ്വന്തം റിയാലിറ്റിയിലേക്ക് തിരിച്ചു പോകുന്നത് വലിയ പ്രശ്നമാണ്. ലേറ്റൻ അവിടെ മനഃപൂർവ്വം ആളുകളെ കൊന്നുകൊണ്ടിരിക്കുമല്ലേ. ഡാനിയേല, റയാൻ, ഇനിയിപ്പോൾ അടുത്തത് ഇവളാണെങ്കിലോ. അതുകൊണ്ട് നമ്മുടെ OG ജേസണോടൊപ്പം അവന്റെ റിയാലിറ്റിയിലേക്ക് ട്രാവൽ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. സെയിം ടൈം ഇപ്പോൾ ഇവിടെ ജീവിക്കുന്ന ജേസൺ ആവട്ടെ പഴയ വീഡിയോസൊക്കെ, അതായത് നമ്മുടെ OG ജേസണും ഡാനിയേലയും അവരുടെ മകൻ ചാർലിയും ഒക്കെ ഒന്നിച്ച് ഹാപ്പി ആയിട്ടിരുന്ന സമയത്ത് അവർ റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോസൊക്കെ കണ്ട് അവരുടെ ആ ഒരു രീതികളും കാര്യങ്ങളും എല്ലാം പഠിച്ചെടുക്കുവാണ്. ശരിക്കും ഇയാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ ഭയങ്കര ഇന്റലിജന്റ് ആണ്, സയൻസിൽ അത്രത്തോളം നോളജ് ഉണ്ട്, ബ്രേവ് ആണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു ലോകത്ത് വന്ന് തന്റെ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ വേണ്ടി ഇനിയിപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ലൈഫ് ലോങ് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കണം. ഒറിജിനൽ ജെയ്സന്റെ സൈഡിൽ നിന്ന് ഇയാൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ലെങ്കിൽ തന്നെ ഇയാൾക്ക് ലൈഫ് ലോങ് കള്ളം പറഞ്ഞ് അതിന്റെ ആ ഒരു ഇതിൽ ഇങ്ങനെ ജീവിക്കേണ്ടി വരും. ശരിക്കും അതൊരു നരകം തന്നെയല്ലേ? റിയൽ ആയിട്ട് ആത്മാർത്ഥമായിട്ട് ഒന്നുമില്ലാതെ ഇങ്ങനെ സഹിച്ച് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ. വീട്ടിലുണ്ടായിരുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തിങ്ങനെ ചെക്ക് ചെയ്ത് വരുമ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. അതായത് ഈ ലോകത്ത് ഡാനിയേലയ്ക്ക് 2 മക്കളായിരുന്നു, ട്വിൻസ് ആയിരുന്നു. ചാർലിയെ കൂടാതെ മാക്സ് എന്നൊരു കുട്ടി അവൾക്കുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞ് മരണപ്പെട്ടു. ഇവരുടെ 2 കുട്ടികളിൽ ഒരാൾ മാത്രമേ സർവൈവ് ചെയ്തുള്ളൂ എന്ന്. മീൻ ടൈം ബോക്സിനകത്ത് കയറി മരുന്ന് യൂസ് ചെയ്ത നമ്മുടെ OG ജേസണും അമ്മാൻ്റെയും നോക്കുമ്പോൾ അവരുടെ ഇപ്പോൾ ഒരു കോറിഡോറിൽ, ഒരുപാട് വാതിലുകളുള്ള ഒരു കോറിഡോറിൽ എത്തിയിരിക്കുന്നു. ഓരോ വാതിലുകളും ഓരോ റിയാലിറ്റിയിലേക്കുള്ള വഴിയാണ്. ഇതിലേതാണ് ജേസന്റെ സ്വന്തം റിയാലിറ്റി? തുറക്കുന്നത് തെറ്റായ വാതിലാണെങ്കിൽ അപകടമാണ്. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് റിയാലിറ്റീസ് ഉണ്ടെന്ന് പറയുമ്പോൾ അതിൽ എന്തും പ്രതീക്ഷിക്കാമല്ലോ. എത്ര മോശമായ അവസ്ഥയും പ്രതീക്ഷിക്കാമല്ലോ. ഒരുപക്ഷെ തെറ്റായ വാതിലാണ് തുറക്കുന്നതെന്നുണ്ടെങ്കിൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഇവർ രണ്ടാളും മരണപ്പെടാവുന്നതേ ഉള്ളൂ. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ജേസൺ ഏത് വാതിൽ തുറക്കും, എന്താണ് അവനെ കാത്തിരിക്കുന്ന വിധി എന്നൊക്കെ അറിയണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്ത് അതിലുള്ള അടുത്ത പാർട്ടിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. ഇനിയിപ്പോൾ കഥ കുറച്ചുകൂടെ ഉള്ളൂ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടുകളാണ് വരുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കാണാൻ സമയമുള്ളപ്പോൾ അടുത്ത പാർട്ട് ഓപ്പൺ ചെയ്യുക. റിമെമ്പർ, ചാനൽ ഒരുപക്ഷെ സെക്കൻഡ് ആൻഡ് തേർഡ് പാർട്ടിൻ്റെ വീഡിയോ വിസിബിൾ ആവണമെന്നില്ല. അഥവാ അങ്ങനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ലിങ്ക്സ് യൂസ് ചെയ്യാം. കാർഡ്സ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു 2-3 സ്റ്റെപ്പ് ചെയ്തിട്ട് പൊക്കോളൂ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ജസ്റ്റ് ആ ഷെയർ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്തോ, ഇല്ലെങ്കിൽ ബാക്ക് അടിച്ചോ. ഒരു പരീക്ഷണമാണ്, നമുക്ക് നോക്കാം റീച്ച് കൂടുമോ എന്ന്.